മാംബികേ ചരണം ശരണം ത്രയംബകേ ചരണം ശരണം രമാംബികേ ചരണം ശരണം ത്രയംബകേ. ഭഗവാന്റെ ജന്മം, ബാലലീല, അതൊക്കെ നമ്മൾ വർണ്ണിച്ചു. അതിനുശേഷം ഒരു ദിവസം പരമാത്മാവായ മനുഷ്യാവതാരം മനുഷ്യലോകത്തെ അനുസരിച്ചാണ് ഇരുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശ്വാമിത്രൻ രാജസന്നിധിയിലേക്ക് വരികയാണ്. വിശ്വാമിത്രനെ വളരെ സന്തോഷത്തോടു കൂടി ദശരഥ ചക്രവർത്തി സ്വീകരിക്കുന്നു. അങ്ങ് വന്നത് തന്നെ ധന്യമായി. എന്താ വേണ്ടച്ചാൽ ചെയ്യാമോ, എന്താ വേണ്ടെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം. അത് കേട്ടപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞു, രാമോ രാജീവലോചന എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അവസാനം ഞാൻ വരാം എൻ്റെ സൈന്യത്തോടു കൂടെ എന്ന് പറഞ്ഞപ്പോൾ രാമനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. വസിഷ്ഠ ഭഗവാൻ പറഞ്ഞു, രാമൻ മർത്യനല്ല, ധൈര്യമായിട്ട് പറഞ്ഞയച്ചോളൂ. അങ്ങനെ ഒരു വാചകമുള്ളൂ ഇതിൽ, നമുക്ക് ഇതിലങ്ങനെയല്ലല്ലോ. അവസാനം പോയി സുബാഹുവിനെയും മാരീച്ചനെയും ഒക്കെ വധിച്ചു. അതിനുശേഷം അഹല്യോദ്ധാരണം നടത്തി. ഇതൊക്കെ നമ്മൾ ഇന്നലെ സ്മരിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് വിദേഹരാജ്യത്തേക്ക് ചെന്നു. ശിവധനുസ് ഓടിച്ചു, സീതയെ വിവാഹം ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് പരശുരാമൻ എതിർത്തി നിന്നു. എന്നെ കൂടാതെ വേറൊരു രാമനുണ്ടോ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വന്നു. അവസാനം പരശുരാമൻ കൊടുത്ത വില്ലെടുത്ത് ഉടയ്ക്കാൻ പുറപ്പെട്ട ആള് അതെവിടെയെങ്കിലും പതിപ്പിക്കണമെന്ന് പറയുമ്പോൾ ദ്രുമകലിയിൽ അയച്ചോളാൻ പറഞ്ഞു. ആ കഥയൊക്കെ നമ്മൾ നോക്കി. ഇനി അയോധ്യാകാന്ഡം, ബാലകാന്ഡം അങ്ങനെ അവസാനിച്ചു. സാകേതത്തിലെ ലോകസംഗീത കീർത്തിയായിട്ട് ഭഗവാൻ അങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണ്. സീതാസമേതനായി, ദശരഥന്റെ പ്രിയപുത്രനായി, പ്രജകൾക്കൊക്കെ പ്രിയങ്കരനായി വർത്തിച്ചിരിക്കുന്ന കാലം നമ്മുടെ അധ്യാത്മരാമായണത്തിലുള്ളത് തന്നെയാണ്. പക്ഷെ കുറേ തത്വങ്ങളുള്ളത് കൊണ്ടെന്ന് പറഞ്ഞു പോവാം. അയോധ്യാകാന്ഡത്തിലെ ആദ്യത്തെ സർഗമായിട്ടാണ്. അതായത് ഭഗവാൻ ശ്രീരാമന്റെ അടുത്തേക്ക് നാരദൻ വന്നു ചേരുന്നു. നാരദൻ വന്നു ചേരുന്നു എന്ന് പരമേശ്വരൻ പാർവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണല്ലോ, ഉമാമഹേശ്വര സംവാദമായിട്ടാണ് അധ്യാത്മരാമായണം. ഏകദാ സുഖമാസീനം രാമം സ്വാന്തപുരാതിരേ സർവാഭരണ സമ്പന്നം രത്നസിംഹാസനേ സ്ഥിതം. രത്നസിംഹാസനത്തിലെ സർവാഭരണഭൂഷിതനായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു സീതാദേവിയോട് കൂടി ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ നാരദോ ദിവ്യദർശനം പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ലെങ്കിലും എപ്പോഴാ വരണം എന്ന് പറഞ്ഞുകൂടാ. ആ നാരദൻ കൊട്ടാരത്തിലേക്ക് വന്നു ചേർന്ന സമയത്ത് ഭഗവാൻ വേഗം എഴുന്നേറ്റു. അത്ര ഒരു ഗൃഹസ്ഥന്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാണ്. വീട്ടിലാരെങ്കിലും കയറി വരുമ്പോൾ അവരെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ആ ശ്രീരാമൻ നാരദനെ കണ്ടതും എഴുന്നേറ്റു, കൈകൂപ്പിക്കൊണ്ട് സീതയും ചേർന്ന് നമസ്കരിച്ചു. എന്നിട്ട് നാരദനോട് പറയണം പ്രീതിയോടുകൂടി, ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാർക്ക് അങ്ങയെപ്പോലെയുള്ള മുനിമാരെ കിട്ടുന്നത് തന്നെ ദർശനം തന്നെ പുണ്യമാണെന്ന് പറയണ കേട്ടു. സംസാരിണാം നൃപശ്രേഷ്ഠ ദുർലഭം തവ ദർശനം അസ്മാകം വിഷയാസക്ത ചേതസാം നിതരാം മുനേ. ഞങ്ങളെപ്പോലെ സുഖഭോഗങ്ങളിലിരുന്ന് രാജകീയ സുഖങ്ങൾ അനുഭവിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് അങ്ങയെ കാണാനേ പ്രയാസം. അങ്ങ് ഇവിടെ വന്നുവല്ലോ, അതുകൊണ്ട് അവാപ്തമ്മേ, അങ്ങ് ഇവിടെ വരാൻ കാരണം എന്താണെന്നറിയോ? പൂർവജന്മകൃത പുണ്യമഹോദയൈഹി. പൂർവജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് നാരദൻ അവിടെ എത്തിച്ചേർന്നത് എന്നാണ് മനുഷ്യരൂപത്തിലിരിക്കുന്ന ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് പറയണ, ചിലപ്പോൾ സംസാരിണ അഭി, സംസാരത്തിൽപ്പെട്ടിരിക്കുന്നവർക്കും പൂർവജന്മ പുണ്യമുണ്ടെങ്കിൽ സത്സംഗം വന്നു ചെയ്യും. സത്സംഗത്തിൻ്റെ മഹിമയാണ് പറയുന്നത്. ഒരു സജ്ജനനെ കാണാനുള്ള മഹിമ പൂർവജന്മ സുഹൃതം കൊണ്ടാണ് കിട്ടുക എന്ന് പറയാം അല്ലേ? പറയണേ, നഹ്യമ്മയാനി തീർത്ഥാനി. ഓരോ തീർത്ഥങ്ങളിൽ പോയി കുളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വൃക്ഷലകൾ മണ്ണുകൊണ്ടുള്ളതായ പ്രതിമകളെ കൊണ്ടതൊക്കെ കാലം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവാം.
പക്ഷേ ദർശനാദേവ സാധവ എന്നാണ് നിയമം. സജ്ജനങ്ങളെ കണ്ടാൽ മതി, നമ്മളുടെ എല്ലാ പാപങ്ങളും തീരും. അതുകൊണ്ട് അങ്ങയുടെ ദർശനം കൊണ്ട് ഞാൻ കൃതാർത്ഥനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും അങ്ങേക്ക് ചെയ്യാണ്ടോ? കിം കരവാണി, ഞാൻ എന്താ അങ്ങേക്ക് ചെയ്യേണ്ടത്, അതൊന്ന് പറഞ്ഞു തന്നാലും എന്ന്. അപ്പോൾ ഭക്തവത്സലനായ ഭഗവാനോട് നാരദൻ പറയാണ്, ദേവരാമ, എന്നെ ഇട്ട് മോഹിപ്പിക്കണത് എന്താ? നീ എങ്ങനെയുള്ള ആളാന്ന് എനിക്കറിയില്ലേ. അവിടെ പറയണ, കിം മോഹയസി മാം രാമ വാക്യൈഹി ലോകാനുസാരിഭിഹി. ആ ലോകത്തിലുള്ളവരെയൊക്കെ പറ്റിക്കുന്ന മാതിരി എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. കാരണം സംസാരി അഹമിതി പ്രോക്തം, ഞാൻ സംസാരിയല്ലേ, സംസാരിച്ച കുടുംബത്തിലൊക്കെ ഇട്ട് ഒഴുകുന്നവൻ. അതുകൊണ്ട് അങ്ങയുടെ ദർശനം എനിക്ക് പുണ്യം എന്ന് പറഞ്ഞു. അങ്ങ് പറഞ്ഞത് സത്യമാണ്. നാരദൻ പറയാ, അങ്ങ് സംസാരി എന്ന് പറഞ്ഞില്ലേ, അത് വളരെ സത്യമാണ്. കാരണം ജഗദാം ആദിഭൂയാസ മായ ഗൃഹിണീതവ, ഈ ലോകത്തിന് മുഴുവൻ ആദിഭൂതയായ ആ മായാദേവിയല്ലേ അങ്ങയുടെ പത്നി. അപ്പൊ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളുടെ അമ്മയല്ലേ, വലിയ സംസാരി തന്നെയാ, സമ്മതിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ, ത്വത്സന്നികർഷാത് ജായന്തേ തസ്യാം ബ്രഹ്മാദയ പ്രജാഹ. ആ മായ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് ബ്രഹ്മാവ് തുടങ്ങി ഭൂമണ്ഡലത്തെ മുഴുവൻ അങ്ങോട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ആ മായ അങ്ങേ അതിജീവിച്ചിട്ടില്ല. ത്വയാശ്രിത, മായ ഭഗവാനെ ആശ്രയിച്ചാ നിലകൊള്ളുന്നത്. മായയ്ക്ക് ത്രിഗുണങ്ങളുണ്ട് അല്ലേ, സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് മായ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സൂതേ അജസ്രം, ഒന്നും രണ്ടൊന്നല്ല, ഒരുപാടെണ്ണത്തിനെ ജനിപ്പിക്കുകയാണ്. ശുക്ല കൃഷ്ണ ലോഹിതാഹ സർവാഹ പ്രജ. തമോ ഗുണമുള്ളവര്, സത്വഗുണമുള്ളവര്, ലോഹിതന്മാരെച്ച രജോ ഗുണമുള്ളവർ. അനുരാഗം ചുവപ്പ് നിറം, അതുകൊണ്ട് രജോ ഗുണം. അങ്ങനെ രജോ ഗുണമുള്ള, അതുകൊണ്ട് ലോഹിതം എന്ന് പറഞ്ഞു. എല്ലാ പ്രജകളെയും ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥനാണല്ലോ അങ്ങ്, അല്ലേ? അങ്ങ് വിഷ്ണുവാണെന്ന് എനിക്കറിയാം. സീതാദേവി സാതാൽ ഇന്ദിര ലക്ഷ്മി ദേവിയാണെന്നും എനിക്കറിയാം. ബ്രഹ്മാവാണ് അങ്ങെങ്കിൽ സരസ്വതിയാണ് ദേവി, ശിവനാണെങ്കിൽ പാർവതിയാണ് ആ ദേവി. അങ്ങ് ചന്ദ്രനാണെങ്കിലോ രോഹിണിയാണ് ദേവി. അതുപോലെ ശക്രസ്ത്വമേവ പൗലോമി, അങ്ങ് ഇന്ദ്രനാണെങ്കിൽ അവൾ ഇന്ദ്രാണിയാണ്. യമനാണ് കാലരൂപനാണെങ്കിൽ സീതാ സംയമനി എന്നുള്ള യമന്റെ പട്ടണം തന്നെയാണ്. അതുപോലെ നിർഹൃതിസ്ത്വം ജഗന്നാഥ താമസി, നിർഹൃതിയാണെങ്കിൽ താമസിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും, വായുവാണെങ്കിൽ സീത സദാഗതിരിതീരിത, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവൾ സീതയാണ്. അതുകൊണ്ട് അങ്ങ് വരുണനാണെങ്കിൽ ദേവി ജാനകി ഭാർഗവിയാണ്. കുബേരനാണെങ്കിൽ സർവസമ്പത്തും ആ ദേവി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വർണ്ണിച്ചു. ഇത്രയൊക്കെ വർണ്ണിച്ചു പറഞ്ഞു. അഹങ്കാരവും ബുദ്ധിയും പഞ്ചപ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും ലിംഗവും എല്ലാം ചേർന്ന് ജന്മമൃത്യു സുഖാദിമത് ഉച്യതി, ജനനവും മരണവും സുഖവും ദുഃഖമൊക്കെ തരുന്നത് ഇതൊക്കെ കൂടി ചേർന്നതാണെന്ന് പറയുന്നു. ഈ ലോകത്തിൽ ജഗന്മയമായിട്ടുള്ള സർവ സംസാരങ്ങളുണ്ടല്ലോ. ഇവിടെ പറയണു, സയേവ ജീവസംജ്ഞശ്ച ലോകേ ഭാതി ജഗന്മയ അവാച്യാനാദ്യ വിദ്യൈവ കാരണോപാധിരുച്യതേ. എല്ലാത്തിനും കാരണമായിട്ടുള്ള ഉപാധിയാണ്, കാര്യമായിട്ടുള്ള പ്രപഞ്ചത്തിന് കാരണമാണ് എന്നൊക്കെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങയിൽ നിന്നാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങയിൽ തന്നെയാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങയാൽ തന്നെ ഈ ലോകം സംഹരിക്കപ്പെടും. പക്ഷേ എന്താണ്? രജ്വാഹിമിവമാത്മാനം ജീവം ജ്ഞാത്വാ ഭയം ഭവേത്. കയറിനെ കണ്ട് പാമ്പാണെന്ന് പേടിക്കുന്നത് പോലെ മനുഷ്യർ പേടിച്ചു കൊണ്ടിരിക്കുന്നു. പരമാത്മാഹമിതി ജ്ഞാത്വാ ഭയദുഃഖേർ വിമുച്യതേ. ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ഭയമുണ്ട്. പരമാത്മാവാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയം പോകും. ആ ലൈറ്റ് ഇട്ടപ്പോൾ പാമ്പല്ല കയറാണെന്ന് പറയുമ്പോൾ അതുവരെ അറച്ചിരുന്നവൻ സമാധാനപ്പെട്ടു. അതുപോലെ താൻ വെറും ജീവാത്മാവല്ല, പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുറേ പ്രാവശ്യം ഭഗവാനെ അങ്ങോട്ട് പ്രണമിച്ചു അത്രേ നാരദൻ. കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല, ഭക്തനല്ലേ. നാരദൻ ഭഗവാനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭക്തം പാഹി രാഘവ
അങ്ങയുടെ ഭക്തനായി എന്നെ രക്ഷിച്ചോളോ എന്ന് പറഞ്ഞിട്ട് പറയാൻ പോണു കാര്യം എന്താണ്? രാവണസ്യവധാർത്ഥായ ജാതോസി രഘുസത്തമ ഇദാനീം രാജ്യരക്ഷാർത്ഥം പിതാ ത്വാം അഭിഷേക്ഷ്യതേ. അച്ഛൻ അങ്ങേ രാജ്യഭാരമേൽപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ അങ്ങ് എന്തിനാ ജനിച്ചിരിക്കുന്നത്? രാവണവധത്തിന് വേണ്ടി ദേവന്മാരാൽ അഭ്യർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാ രാജ്യാഭിഷിക്തനായപ്പോ എന്താ കുഴപ്പം എന്നങ്ങ് ചോദിക്കണ്ട. രാജ്യാഭിഷക്തോ രാവണം ന ഹനിഷ്യതി. രാജ്യത്തിൽ അങ്ങോട്ട് വല്ലാണ്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഈ രാവണന്റെ കൊല്ലേണ്ട കാര്യമൊക്കെ മറന്നുപോകും. പിന്നെ ഇത് നടക്കാത്ത കാര്യമാണ്. പ്രതിജ്ഞാതേ കൃതാരാമ ഭൂഭാരഹരണായവേ. ഭൂമിയുടെ ഭാരം തീർത്തു തരാം എന്നൊക്കെ ആ ഭൂമിദേവിയോട് പ്രതിജ്ഞ ചെയ്തതല്ലേ. അതുകൊണ്ട് ആ വാക്ക് സത്യമാക്കും. അതായത് അങ്ങ് കൊടുത്തിട്ടുള്ള വാക്ക് സത്യമാക്കൂ. കാരണം സത്യസന്ധൻ അങ്ങാണെന്ന് പേര് കേട്ടവനല്ലേ. അതുകൊണ്ട് സത്യസന്ധനായ അങ്ങ് ആ പ്രജകളുടെ, അതായത് ബ്രഹ്മാദി ദേവന്മാരുടെ പ്രാർത്ഥന, ഭൂമിദേവിയുടെ പ്രാർത്ഥന, അതിനെയൊക്കെ ഒന്ന് സത്യമാക്കിക്കൊള്ളൂ. ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു നാരദനോട് പറയാണ്, അതായത് എനിക്കറിയാത്തതായിട്ടൊന്നുമില്ല. അവിദിതം കിഞ്ചിത് ന വിദ്യതേ. എനിക്കറിയാത്തതൊന്നുമില്ല. പ്രതിജ്ഞാതം യത് പൂർവം കരിഷ്യേ തത് ന സംശയ. ഞാൻ മുമ്പ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. പക്ഷേ കാലാനുരോധേന തത് പ്രാരബ്ധ സംശയാത്. എല്ലാത്തിനും സമയം വേണം അല്ലേ? കാലാനുരോധം. നമുക്ക് പൂർവ്വപുണ്യം ചെയ്തിട്ടുണ്ടാകാം, പൂർവ്വത്തിൽ പാപവും ചെയ്തിട്ടുണ്ടാകാം. എപ്പോഴും ഒരുത്തൻ കഷ്ടപ്പെടാറില്ല, എപ്പോഴും ഒരുത്തൻ സുഖിക്കാറുമില്ല. അപ്പൊ കാലഗതി അനുസരിച്ച് ഈ സുഖവും ദുഃഖവും മാറി മാറി വരും. കാലക്കേട് എന്ന് നമ്മൾ ഭാഷയിൽ പറയും. സമയം വരുമ്പോഴേ ദുഃഖം അനുഭവിക്കേണ്ടി വരും. സമയം വരുമ്പോൾ ആ സുഖം നമ്മളെ തേടി വന്നുകൊള്ളും. അതുകൊണ്ട് ഞാൻ ഭൂഭാരം തീർക്കാം, അതിനൊരു കാലമാകട്ടെ. പ്രാരബ്ധകർമ്മം അനുസരിച്ച് എപ്പോഴാണോ ഭൂഭാരം തീർക്കേണ്ടത്, ആ രാവണൻ എപ്പോഴാണോ അന്ത്യം, അപ്പം ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അതായത് നാളെ തന്നെ പോയേക്കാം, അങ്ങ് പറഞ്ഞിട്ട് ഞാൻ നിരസിച്ചു എന്ന് വേണ്ട. ശ്രോഗന്ത ദണ്ഡകാരുണ്യം. നാളെ തന്നെ ഞാൻ ദണ്ഡകാരുണ്യത്തിലേക്ക് പൊക്കോളാം. എത്ര കാലം? 14 വർഷമായി. അത്രയും 14 സമാഹ എന്ന് പറഞ്ഞു. 14 വർഷക്കാലം ഞാൻ അവിടെ പോയി മുനിവേഷധരനായിട്ട് കഴിച്ചു കൂട്ടിക്കൊള്ളാം. അതുകൊണ്ട് ആ എല്ലാത്തിനെയും സീതാമിഷേണ, സീത എന്നുള്ള വ്യാജേന, ഇതിനെല്ലാത്തിനും ഒരു കാരണം വേണ്ടേ? വെറുതെ അങ്ങോട്ട് പോയിട്ട് എല്ലാവരെയും കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനൊരു ഉപാധിയാ സീതയാണ്. സീതാമിഷേണ, സീത എന്ന വ്യാജേന സന്തുഷ്ടം നാശയാമി, ആ ദുഷ്ടനെ ഞാൻ കൊന്നുകൊള്ളാം എന്ന് രാമൻ അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്തപ്പോ നാരദന് സമാധാനായി. പ്രദക്ഷിണത്രയം കൃത്വ ദണ്ഡവത് പ്രണമത്യതം അനുജ്ഞാതശ്ച രാമേണ യയോ ദേവഗതി മുനി. 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു, ഭഗവാനെ ഒന്ന് നമസ്കരിച്ചു. എന്നിട്ട് നാരദൻ തിരിച്ചു പോയി. അപ്പോഴാണ് രാജ്യാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പാകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഭരത ശത്രുഘ്നന്മാർ കേകയ രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ഭരതനും ഇല്ല, ശത്രുഘ്നനും ഇല്ല. പക്ഷേ രാജാവിന് തോന്നി അധികം വൈകാതെ തന്നെ രാമാഭിഷേകം ചെയ്യണം. മറ്റുള്ളവരുടെ അന്വേഷിച്ചല്ല രാമൻ രാജാവാകാനാണ് തൃപ്തിപ്പെടുന്നത്. ശരി, രാജാവാക്കാം. നല്ല നാളെ പൂയം നക്ഷത്രം, നല്ല കാലം എന്ന് വസിഷ്ഠൻ പറഞ്ഞപ്പോൾ, അതായത് രാമായണ കാലത്തില് ജ്യോതിഷത്തിന് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. ഓരോന്നിനും അവർ ആ സമയവും ശകുനവും നോക്കും. ഇത് നല്ലതാണെന്ന് പുറപ്പെട്ടു. ഏതായാലും ശരി, എല്ലാവരും കൂടി ഹർഷത്തോടു കൂടി ജനപദത്തെ നാട്ടിലുള്ളവരൊക്കെ പ്രധാനികളെയൊക്കെ വിളിച്ചിരുന്നു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അവസാനം ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ദാനം ചെയ്ത് പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പൊ പറഞ്ഞു, സുമന്ത്രനോട് പറഞ്ഞു, രാമനെ കൂട്ടിക്കൊണ്ടുപോവാ. രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ രാമനെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോ രഥമാരുഹ്യ ഭഗവാൻ വസിഷ്ഠോ മുനിസത്തമഃ ത്രീണി കക്ഷാണ്യതിക്രമ്യ രഥാത് ക്ഷിതിമവാദരത്. വസിഷ്ഠ മഹർഷിയും ഒരു 6-7 കെട്ടുകൾ കടന്നിട്ട് വേണം രാജ കൊട്ടാരത്തിലേക്ക് എത്താൻ. 3 കെട്ടുകൾ കടന്നിട്ട് അവിടെ എത്തി. അകത്ത് പ്രവേശിച്ചിട്ട് വേഗം തന്നെ ഗുരു വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും ശ്രീരാമൻ ഓടി വന്നു.
ഓടി വന്ന വസിഷ്ഠൻ്റെ കാലുകളിൽ നമസ്കരിച്ച്. അപ്പോൾ വേഗം എതിരേറ്റു, ദണ്ഡ നമസ്കാരത്തെ ചെയ്തു. സ്വർണപാത്രത്തിലെ പാനീയം കൊണ്ടുവന്ന് കുടിക്കാനും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ രത്നാസനത്തിൽ ഇരുത്തി കാലൊക്കെ കഴുകിച്ച് ആ ജലം തൻ്റെ ശിരസിലൊക്കെ അണിഞ്ഞു. എന്നിട്ട് പറയണേ, ഭഗവാൻ അവിടെ മനുഷ്യജന്മത്തെ അനുകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്ന. ഗുരുനാഥനോട് പറയാണ്, ത്വത്പാദസലിലം ധൃത്വ ധന്യോഭൂത് ഗിരിജാപതിഃ ബ്രഹ്മാവിമദ്വിദാദേഹി പാദതീർത്ഥകഥാശുഭഃ ഇദാനീം ഭാഷസേ യത്വം ലോകാനാമുപദേശകൃത് ജാനാമി ത്വാം പരാത്മാനം ലക്ഷ്മ്യാ സഞ്ജാതമീശ്വരം. എൻ്റെ കാല് കഴുകിയൊക്കെ ജലസ് തലയിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് വന്നതുകൊണ്ട് ഞാൻ ധന്യനായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ധന്യോസ്മി ഇതി അബ്രവീദ്രാമ. ഞാൻ വളരെ ധന്യനായി, അങ്ങ് എൻ്റെ പാദസ്പർശം കൊണ്ട് എൻ്റെ കൊട്ടാരത്തെ ധന്യമാക്കി എന്നൊക്കെ പറയണില്ലേ. നീ ആരാന്ന് എനിക്കറിയാം. ആരാണ്? ആരുടെ പാദസലീലത്തെയാണോ ഭഗവാൻ ചന്ദ്രമൗലി തൻ്റെ ശിരസിൽ തന്നെ അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗംഗാധരനാണല്ലോ ഭഗവാൻ, ഗംഗാധരനായി തീർന്നിരിക്കുന്നത്. എൻ്റെ പിതാവായ വസിഷ്ഠൻ ബ്രഹ്മദേവൻ്റെ പുത്രൻ, എൻ്റെ പിതാവായ ബ്രഹ്മനും ആ പാദതീർത്ഥം കൊണ്ടാണ് പുണ്യവാനായി തീർന്നത്. എന്നിട്ട് നീ ഇപ്പോൾ ലോകജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ ഏതായാലും ശരി, രാവണൻ്റെ വധത്തിന് വേണ്ടി ജനിച്ചവനാണെന്ന് എനിക്കറിയാം. ദേവകാര്യത്തിന് വേണ്ടി ആ രഹസ്യം ഞാൻ ഇപ്പോൾ പുറത്തു പറയില്ല. എനിക്കറിയാം രാമൻ്റെ അവതാരം എന്തിനാണെന്ന്. പക്ഷെ ഈ ദേവകാര്യം നടക്കണം, ഇത് രഹസ്യവുമാണ്. ആ ദേവരഹസ്യത്തിനെ പറയാൻ പാടില്ല. പറയാൻ പാടുമോ? ദേവരഹസ്യം എന്നൊന്നുണ്ട്, അതൊരിക്കലും പുറത്ത് പറയരുത്. യഥാത്വം മായയാ സർവം കരോഷി രഘുനന്ദന. മായാ മനുഷ്യനായതുകൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നീ എൻ്റെ മുമ്പിൽ ഗുരുവായിട്ട് ഞാൻ നിൽക്കുന്നു, നീ എൻ്റെ ശിഷ്യനായിട്ട് നിൽക്കുന്നു. വാസ്തവത്തിൽ ഗുരുണം ലോകഗുരു അല്ലേ, അങ്ങ് ജഗദ്ഗുരു അല്ലേ. ഇപ്പൊ ഞാൻ വാസ്തവത്തിൽ എൻ്റെ മുമ്പിൽ ശിഷ്യനായിട്ട് കളിക്കുകയാണല്ലോ. അന്തർയാമിയാണ്, ജഗത്തിനെ മുഴുവൻ രക്ഷിക്കുന്നവനാണ്, അഗോചരനാണ്, ശുദ്ധസത്വ സ്വരൂപനാണ്, ശാന്തസ്വരൂപനാണ്, എല്ലാം അങ്ങയുടെ കീഴിലാണ്. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ മനുഷ്യ ഇവ ലോകേസ്മിന് ഭാസീത്വം യോഗമായയെ കൊണ്ട് അങ്ങ് ഈ ലോകത്തിൽ മനുഷ്യനെ പോലെ പെരുമാറുന്നു. ഇക്ഷ്വാകുണം കുലേ രാമ. ഇക്ഷ്വാകുകുലത്തിൽ ജനിച്ചുകൊണ്ട് പരമാത്മാവ് ജനിക്കും എന്ന് എനിക്ക് മുൻപേ ബ്രഹ്മാവ് പറഞ്ഞറിയാം. ഇക്ഷ്വാകുകുലത്തിലെ പരമാത്മാവ് ഒന്ന് ജനിക്കാൻ പോകുന്നു എന്ന് ബ്രഹ്മണാ പ്രോക്തം, ബ്രഹ്മദേവൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുമായിട്ടൊരു ബന്ധം വരണമല്ലോ എന്ന് കാത്തു കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മനോരഥം, എൻ്റെ ആഗ്രഹം ഇപ്പോൾ സഫലമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്നെ മോഹിപ്പിക്കേണ്ട, വേഗം തന്നെ ഗുരുനിഷ്കൃതികാമസ്ത്വം ദേവതേ. നീ ഗുരു ഋണം തീർക്കാനായിട്ട് ഗുരുവായിരുന്നുകൊണ്ടുള്ള ഒരു കടപ്പാട്, അല്ലെങ്കിൽ ഞാൻ ഗുരുവാണെങ്കിൽ നീ ശിഷ്യനാണ്, അപ്പം നിനക്ക് ഗുരുവിനോട് ചെയ്യാനുള്ള ഒരു കടപ്പാടുണ്ട്. ഋണം എന്നാണ് പറയാം. അതിൽ നിന്ന് ഊർണമാണ്. ആ കടപ്പാട് അങ്ങനെ തീർക്കണം. അതുകൊണ്ട് എനിക്ക് അധീനമായിരിക്കാനുള്ള എല്ലാ സർവ വിമോഹിനിയായ മായയെ കൊണ്ട് എന്നെ മോഹിപ്പിക്കാതിരുന്നാൽ മതി. സർവജഗൻ മോഹിനിയാണ് മായ. ആ മായയെ കൊണ്ട് എന്നെ മോഹിപ്പിക്കരുത്. മായ ഗംഭീരമാണ്. അത് ചെറിയൊരു കഥ പറയും. അതായത് നാരദർക്ക് താൻ വലിയ ഭക്തനാണെന്നും മായയെ ജയിച്ചവനാണെന്നും ഒരു ഭാവമുണ്ട്. അപ്പൊ പറയണ ഭഗവാനോട്, എനിക്ക് മായൊന്നും വരില്ല അല്ലേ? വരില്ല എന്ന് ഭഗവാനും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് ദൂരം പോയപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങോട്ട് പോയാൽ വെള്ളം കിട്ടുമെന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ നാരദൻ വെള്ളം എടുക്കാനായിട്ട് പോയി. ഇലക്കുമ്പിൾ വെച്ചുകൊണ്ട് വെള്ളം എടുക്കാൻ പോയതാ. ആ വെള്ളം എടുക്കാൻ പോയ സമയത്ത് കുറച്ച് ദൂരം ചെന്നപ്പോൾ അതിമനോഹരമായിട്ടുള്ളതായ ഒരു ഭൂപ്രദേശം. ഇഷ്ടംപോലെ പൂക്കളുണ്ട്, ചെടികളുണ്ട്, മരങ്ങളുണ്ട്, കായ്കളുണ്ട്, പഴങ്ങളുണ്ട്. കണ്ടാൽ തന്നെ സന്തോഷം. കുറച്ചങ്ങോട്ട് നോക്കിയപ്പോൾ നല്ലൊരു ജലാശയവും ഉണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു പർണശാല. ശരി, ആ പർണശാലയിലൊന്ന് മുട്ടി നോക്കാം എന്ന് പറഞ്ഞ് പതുക്കെ മുട്ടിയ സമയത്ത് അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി വന്നു. ലോകസുന്ദരി, അപ്സരസുകളെക്കാളും സൗന്ദര്യം. ഇത്രയും സൗന്ദര്യധാമത്തെ കണ്ടിട്ടില്ല. കേൾക്കണില്ലേ? ഇത്രയും സൗന്ദര്യമുള്ള ആ ഒരു സ്ത്രീരത്നത്തെ കണ്ടിട്ടില്ല നാരദൻ.
അതുകൊണ്ട് തന്നെ നാരദൻ എന്ത് ചെയ്തു, വേഗം തന്നെ കുറച്ചു നേരമൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട്, കഴിക്കാമെന്ന് ചോദിച്ചു നിത്യബ്രഹ്മചാരിയായ നാരദൻ. ഉടനെ അവൾ പറഞ്ഞു, എനിക്കും നല്ല ഇഷ്ടമുണ്ട് അങ്ങേ, കല്യാണം കഴിക്കാമെന്ന്. രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചു. കാലങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. പുഷ്പങ്ങൾ കായ്ക്കും ബലിക്കും വീഴും, പിന്നെയും അടുത്ത ഋതു വരുമ്പോൾ വീണ്ടും പുതുതായിട്ട് തളിർക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഇപ്പം ഇവിടെ ഉണ്ടായില്ലേ അതുപോലൊരു മഴ എന്ന് പറഞ്ഞാൽ പോരാ, 4-5 കുട്ടികളും ഉണ്ടായി ഇവർക്ക്. അങ്ങനെ 5 കുട്ടികളും ഉണ്ട് വീട്ടില്. ആ സമയത്ത് ഒരു മഴ വന്നു. മഴ വെള്ളപ്പാച്ചില്ല, പർണശാല കണ്ട് അടിഞ്ഞു വീണു. ഇദ്ദേഹം ഒരു ഉച്ചമയക്കത്തില നാരദൻ. ആടിഞ്ഞു വീണു. അവരൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവാണ്. അത് കണ്ടോണ്ട് നാരദൻ എഴുന്നേറ്റു. കുട്ടികളെ രക്ഷപ്പെടുത്താൻ നോക്കി, പറ്റിയില്ല. തൻ്റെ പ്രിയതമയെങ്കിലും രക്ഷിക്കാലോ എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നിൽ പോയി. അപ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആകെ ഇങ്ങോട്ട് നിരാശനായിട്ട് അവിടെ കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് അവിടെ ഒന്നുമില്ല. ഈ നദിയും ഇല്ല, വൃക്ഷങ്ങളും ഇല്ല, ഭാര്യയും ഇല്ല, മക്കളും ഇല്ല, ആരുമില്ല. ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് തിരുമ്പി നോക്കുമ്പോഴാണ് ആ മുമ്പിൽ കൃഷ്ണൻ നിൽക്കുന്നത്. വെള്ളം കൊണ്ടുപോയ ആളെന്താ വെള്ളം കൊണ്ടുവരാണ്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നാരദന് മനസ്സിലായത്, ഇത്രയും വർഷങ്ങൾ ഞാൻ കഴിച്ചു കൂട്ടിയത് മായയിലായിരുന്നു. അങ്ങനെയുള്ള മായ മോഹിപ്പിക്കലാണല്ലോ ഭഗവാന്റെ ഒരു സ്വരൂപം. അതുകൊണ്ട് പ്രസംഗാത് സർവമപ്യുക്തം നവാച്യം കുത്രജിത് മയാ രാജ്ഞാ ദശരഥേനാഹം പ്രേഷിതോസ്മി രഘൂദ്വഹ. ഈ സന്ദർഭത്തിൽ ഞാനൊന്നും പറയാനില്ല. എന്നെ ദശരഥ രാജാവ് അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്, അങ്ങയെ കൂട്ടിക്കൊണ്ടുവരാൻ. നാളെ അങ്ങേ രാജ്യത്തിൽ അഭിഷേകം ചെയ്യാൻ പോകുന്നുണ്ടത്രേ എന്ന് പറഞ്ഞ സമയത്ത് വേഗം തന്നെ കുളിച്ച് ഉപവാസത്തോടുകൂടി വെറും നിലത്ത് കിടന്ന് ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് രഥത്തിൽ കയറി തിരിച്ചു പോയി വസിഷ്ഠ മഹർഷി. അപ്പൊ പറഞ്ഞു, സൗമിത്രിയോട് പോയി പറയാണ് ഭഗവാൻ, നാളെ എനിക്ക് അഭിഷേകമാണത്രേ. അതുകൊണ്ട് നിമിത്തമാത്രമേ വാഹം കർത്താഭോക്താത്വമേവഹി. ഞാനൊരു കാരണമാകാം, പക്ഷെ ഇത് അനുഭവിക്കുന്നതൊക്കെ നീയായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എന്താ കാരണം? മമത്വം ബഹിപ്രാണ, ഭഗവാന്റെ പുറത്തുള്ള പ്രാണനാവകം, അന്തപ്രാണനല്ല, ബഹിപ്രാണ ഇവസ്ഥിത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഹിപ്രാണനാണ് സൗമിത്രി. അതുകൊണ്ട് തന്നെ വസിഷ്ഠൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ എന്ന് പറഞ്ഞു. രാജാവിൻ്റെ അടുത്ത് തിരിച്ചുപോയ വസിഷ്ഠനും ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ഉപവാസം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ അഭിഷേകം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്, ആ സമയത്ത് രാമന്റെ അർത്ഥസിദ്ധിക്ക് വേണ്ടി എല്ലാവരും കൗസല്യ രംഗനാഥനെ പൂജിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ലഭിക്കുന്ന ലക്ഷ്മീ സമേതനായ രംഗനാഥനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൈകേയി വശകനാണല്ലോ ഈ രാജാവ് എന്നൊരു തോന്നൽ വന്നു അത്രേ കൗസല്യയുടെ ഉള്ളില് എന്ന് അധ്യാത്മരാമായണത്തിൽ പറയണം. എന്താ പറയണേ? കൈകേയി വശക കിന്തു കാമുക കിം കരിഷ്യതി ഇതി വ്യാകുല ചിത്താസ ദുർഗാം ദേവീം അപൂജയത്. അപ്പൊ ദുർഗയാണ് ദുർഘടങ്ങൾ തീർക്കുന്ന ആള്. അതുകൊണ്ട് രംഗനാഥന്റെ പൂജയൊക്കെ വേണ്ട വെച്ചിട്ട് ദുർഗാദേവിയെ സ്മരിച്ചു തുടങ്ങിയത്രേ. അതായത് കൈകേയി കാമുകൻ എന്താണോ കാണിച്ചു കൂട്ടുക എന്ന് ഉള്ളിലൊരു വിചാരം വന്നു അത്രേ കൗസല്യക്ക് എന്ന്. ഈ സമയത്ത് ദേവന്മാരൊക്കെ കൂടെ സരസ്വതി ദേവിയോട് അരുളി ചെയ്തു. സരസ്വതി ദേവിയുടെ അടുത്തേക്ക് പോയി. ഗച്ഛദേവി ഭൂലോകം, സരസ്വതി ദേവി അങ്ങ് ഭൂലോകത്തേക്ക് പോകൂ. അയോധ്യയിലേക്കാണ് പോകേണ്ടത്. രാമാഭിഷേക വിഘ്നാർത്ഥം, രാമാഭിഷേകത്തെ തടഞ്ഞിരിക്കണം. മന്ധരാം പ്രവിശസു ആദൗ കൈകേയീം ചതപരം. ആദ്യം മന്ധരയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, അതിനുശേഷം കൈകേയിയുടെ അടുത്ത് പോകുക എന്ന് അറിയിച്ചു. അപ്പൊ വിഘ്നം വരുമ്പോൾ എന്താണ്, വിഘ്നമൊക്കെ ആക്കി കഴിഞ്ഞ് തിരിച്ച് എനിക്ക് വരാൻ കിട്ടും മന്ധരെ എന്ന് പറഞ്ഞു. അവളും ത്രിവക്രയാണ്, 3 കൂനുള്ളവളാണ്. അതുകൊണ്ട് പ്രാസാദാഗ്രം അതാരുഹ, തിണ്ണയിൽ കിടന്നിറങ്ങിയിരുന്നവളാ. പെട്ടെന്നൊന്ന് എഴുന്നേറ്റു, ആ മട്ടുപ്പാവിൽ കയറി നിന്നു. മട്ടുപ്പാവിൽ കയറി നോക്കിയപ്പോഴുണ്ട് അവിടെ കൗസല്യ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. ജനങ്ങളൊക്കെ തോരണം കിട്ടുന്നു, നിലമൊക്കെ ചന്ദനജലം കൊണ്ട് തളിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? സർവദസ്സമലങ്കൃതം, എല്ലായിടത്തും അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്, നാനാതോരണം പതാകം ഒക്കെ ആയിട്ട്. അപ്പൊ വേഗം കൗസല്യയുടെ ധാത്രി ഉണ്ടല്ലോ, കൗസല്യയുടെ വേലക്കാരി, അവളോട് ചോദിച്ചു, എന്തിനാ ഈ അലങ്കാരം എന്ന്. എന്താ ഉത്സവത്തിന്റെ ഒരു പ്രതീതി? ഈ കൗസല്യ മാതാവാണെങ്കിൽ
ഇഷ്ടം പോലെ എല്ലാവർക്കും ദാനം ചെയ്യുന്നുണ്ടല്ലോ. നാളെ രാമന്റെ അഭിഷേകമാണ്, അറിഞ്ഞില്ലേ ഇപ്പോഴും എന്ന് അവൾ പറഞ്ഞു. വേഗം തന്നെ അവൾ എന്ത് ചെയ്തു? അകത്തു ചെന്നു. പര്യങ്കസ്ഥ, കട്ടിലിൽ കിടന്നവൾ എഴുന്നേറ്റിരുന്നു മന്ദരയെ കണ്ടപ്പോൾ. അപ്പൊ പറഞ്ഞു, എന്താണ്? നജാനീഷേ അതിസൗന്ദര്യമാനിനി, മത്തഗാമിനി വിളിച്ചതാണ്. വലിയ സൗന്ദര്യമുണ്ട് എന്നുള്ളൊരു അഹങ്കാരമൊക്കെ ഇല്ലേ നിനക്ക്? നീ ആരെയും പേടിക്കേണ്ട, കുസൃതിയായിട്ട് നടക്കണവളല്ലേ? രാമസ്യാനുഗ്രഹാത് രാജ്ഞഃ അഭിഷേകോ ഭവിഷ്യതി. രാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് രാമൻ നാളെ പട്ടാഭിഷിക്തനാകാൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ പ്രിയവാദിനിയായ കൈകേയിക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷം. അവൾ എഴുന്നേറ്റ് ദിവ്യമായിട്ടുള്ള രത്നഹാരത്തെ കൊടുത്തു. ആ രത്നഹാരം കൊടുത്തപ്പോൾ ഭയമാഗതം എന്ന് വിളിച്ചു പറയണം. അപ്പൊ ചോദിച്ചു, ഈ സന്തോഷപ്പെടുന്ന സമയത്ത് എങ്ങനെയാ ഭയം വരിക? എന്താണ് ഭയത്തിന് കാരണം എന്ന് പറഞ്ഞു. എനിക്ക് ഭരതനേക്കാളും പ്രിയമാണ് രാമൻ. ഭരതാദധികോ രാമഃ പ്രിയകൃത് മേ പ്രിയം വദഃ. ഭരതനേക്കാളും എനിക്കിഷ്ടമാണ്. എനിക്ക് പ്രിയം ചെയ്യുന്നവനും ഭരതനാ. ഭരതൻ എന്നോട്, കൗസല്യയും എന്നെയും ഒരേപോലെ കാണുന്നവനാണ്. അതുകൊണ്ട് ആ രാമൻ രാജാവായ എന്താ വരിക? മൂഢേ എന്നാണ് ചോദിച്ചത് ആദ്യം. അപ്പൊ അവള് തിരിച്ചു പറയാ, മൂഢേ, നീയാണ് മൂഢ, ഞാനല്ല. എന്താണ്? യാഥാർത്ഥ്യം തേ മഹദ്ഭയം, എനിക്കാണ് ഇപ്പൊ പേടിയായിരിക്കുന്നത്. കാമുകനാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഞാനില്ലെങ്കിൽ രാജാവില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിച്ചതാണ്. ആ രാജാവ് ഭരതോ രാഘവസ്യ അഗ്രേ കിങ്കരോ വാ ഭവിഷ്യതി. രാമൻ രാജാവായി കഴിഞ്ഞാൽ നിന്റെ പുത്രനുണ്ടല്ലോ, ആ രാമന്റെ കിങ്കരം വായും പൊത്തി നിൽക്കേണ്ടി വരും. ത്വം തു ദാസീവ കൗസല്യ, രാജമാതാവായിട്ട് കൗസല്യം തെളിഞ്ഞിരിക്കുമ്പോ നീ ഒരു വേലക്കാരിയെ പോലെ പെരുമാറേണ്ടി വരും. അതുകൊണ്ട് ഭരതന്റെ അഭിഷേകം ഉണ്ടാകണം, രാമനെ ഇവിടുന്ന് തുരത്തണം, എന്താ വഴിച്ച ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേ പതുക്കെ മനസ്സ് എത്ര നല്ലവൻ്റെയാണെങ്കിലും 10 പ്രാവശ്യം ഒരാൾ പറയുമ്പോൾ അത് സത്യമാണെന്നോ, അങ്ങനെയല്ലേ പറ്റിക്കണ ആൾക്കാർക്ക്? 10 പ്രാവശ്യം അല്ലേ? അതുപോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊണ്ട് നമ്മളെ പറ്റിക്കുകയാണ്. കുറേ പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അത് ശരിയായിരിക്കുന്നു വിചാരിക്കും. അതേപോലെ കുറേ പ്രാവശ്യം പറഞ്ഞ് മന്ദര കൈകേയിയുടെ മനസ്സ് മാറ്റിയ സമയത്ത് വേഗം തന്നെ പണ്ട് ദേവാസുര യുദ്ധത്തിലെ ശമ്പരനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് രഥത്തിന്റെ ചക്രം ഊർന്നു വീഴുന്നപ്പോൾ നീ രഥചക്രത്തെ പിടിച്ചു നിർത്തി ധൈര്യശാലിയല്ലേ? രാജാവെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയവൾ നീയല്ലേ? അപ്പൊ നിനക്ക് 2 വരം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ വരം ഇപ്പൊ ചോദിച്ചു എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു. ആ വരദ്വയം ഋണീശ്വത്വം ഏവം രാജാവതത് സ്വയം. അന്ന് 2 വരം തരാമെന്ന് രാജാവ് തന്നെ പറഞ്ഞതല്ലേ? നീ പിന്നെ മതി എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് വേഗം ക്രോധാകാരത്തിൽ പോയി കിടന്നോളൂ. അവിടെ കുറെ നേരം ദേഷ്യപ്പെടാൻ ഒരു മുറിയുണ്ട് രാജകൊട്ടാരല്ലേ, അവിടെ പോയിട്ട് തലയും വിരിച്ചിട്ട് കിടന്നോളൂ, ആഭരണങ്ങളൊക്കെ അഴിച്ചുവെച്ച്. ആഭരണം അഴിച്ചുവെക്കുന്നത് തന്നെ അബദ്ധമല്ലേ? പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ വൈധവ്യത്തിന്റെ ലക്ഷണങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ ശയനഗ്രഹത്തിൽ പോയി കിടന്നു. എന്നിട്ട് പറഞ്ഞു, പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജാവാണെങ്കിലോ ഏറ്റവും വലിയ സന്തോഷ വർത്തമാനം കൗസല്യയുടെ അടുത്ത് താൻ പറയുന്നതിന് മുൻപ് കൈകേയിയെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് രാമൻ കാട്ടിൽ പോകണം, ഭരതൻ രാജാവാകണം എന്ന് ദശരഥ ചക്രവർത്തിയോട് നിർബന്ധമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ രാജാവ് കുറെ കാല് പിടിച്ച് കരയൊക്കെ ചെയ്യും, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ്. പക്ഷേ സാധ്യമല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? വനം നഗച്ഛേദ്യതി രാമചന്ദ്ര പ്രഭാതകാലേ അജിനചീരയുധ. 31, 32 ശ്ലോകം. ഉദ്ബന്ധനം വാ വിഷഭക്ഷണം വാ കൃത്വാ മരിഷ്യേ പുരതസ്തവാഹം. രാമൻ കാട്ടിലേക്ക് പോയിരിക്കണം, ഭരതൻ രാജാവാകണം, അല്ലെങ്കിൽ ഞാൻ തൂക്കുകയറിട്ട് മരിക്കും, അല്ലെങ്കിൽ വിഷം കഴിക്കും. അങ്ങ് സത്യപ്രതിജ്ഞൻ, സത്യവ്രതൻ എന്നൊക്കെ പേരെടുത്ത ആളല്ലേ. ഇതുകൊണ്ട് ഈ സമയത്ത് വിഡംബനം വേണ്ട. രാമോപരിത്വം ശബ്ദം ചക്രത്വം, രാമനാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മിഥ്യാപ്രതിജ്ഞ, പ്രതിജ്ഞ നിറവേറ്റാതിരിക്കുന്ന അങ്ങ് നരകം നരകത്തിലേക്ക് പോകും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. ആ മൂർച്ഛിതനായി നിലത്ത് വീണു, കുറേയധികം സങ്കടപ്പെട്ടു. അവസാനം
രാമനോട് എങ്ങനെ പറയും? രാമനെ ഞാൻ എങ്ങനെ കാണും? ഇത് രാജകൊട്ടാരത്തിൽ നാളെ അഭിഷേകമാണെന്ന് പറഞ്ഞയച്ചിട്ടേ ഉള്ളൂ. ഇന്ന് പറയണം നീ കാട്ടിലേക്കാണ് പോകണമെന്ന്. ഇതെങ്ങനെ ഞാൻ പറയും എന്ന് പറഞ്ഞ് കുറേയധികം സങ്കടം, വലിയ കയ്യിൽ നീട്ടിക്കൊണ്ട് രാമാ എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. വീണ്ടും നിലത്ത് വീണു. രാജാവ് മൂർച്ഛിതനായി കണ്ടപ്പോഴേ വന്നു. അട്ടപ്പ പറയണ, എന്താ അച്ഛൻ ഇത്ര സങ്കടം എന്ന് ചോദിച്ചപ്പോ, ത്വമേവ കാരണം, നീ തന്നെയാ കാരണം. നിന്നെ ചൊല്ലിയാ ദുഃഖിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് രാമൻ ചോദിക്കണം. ത്വമേവ കാരണം ഹ്യത്ര രാജ്ഞോ ദുഃഖോപശാന്തയെ, രാജാവിന്റെ ദുഃഖം നിർത്തണമെങ്കിൽ നീ വിചാരിച്ചാലേ പറ്റൂ. കിഞ്ചിത് കാര്യം ത്വയാ രാമ കർത്തവ്യം നൃപതേർഹിതം, രാജാവിന് ഹിതമായിട്ട് നീ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ സത്യപ്രതിജ്ഞനാക്കണം രാജാവിന്. നീ സത്യം ചെയ്യണം എന്നല്ല പറഞ്ഞത്, രാജാവിനെ സത്യപ്രതിജ്ഞനാക്കാൻ നിനക്ക് പറ്റും. സത്യപാശേന ബദ്ധം പിതരം, സത്യപാശം കൊണ്ട് ബന്ധിതനായ അച്ഛനെ ത്രാതുമർഹസി, നീ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ, പുത്രൻ എന്ന് പറഞ്ഞ ആരാണ്? അച്ഛനെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പുത്രൻ. യഹാ സ്വചരിതൈഹി പിതരം പ്രീണാതി സപുത്ര, സ്വന്തം പ്രവൃത്തികളെ കൊണ്ട് അച്ഛനെ സന്തോഷിപ്പിക്കുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് വ്യഥിതമായിട്ട് ദുഃഖിതനായിട്ട് ഭഗവാൻ പറയാണ്, എന്നോടിങ്ങനെ പറയാണോ? അച്ഛന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കളയാൻ പോലും തയ്യാറാണ്, കൂപത്തിൽ ചാടാൻ വരെ ഞാൻ തയ്യാറാണ്, സീതയെ ഉപേക്ഷിക്കണോ? ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയണം. അതൊക്കെ കേട്ടപ്പോൾ എന്താണ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ പുത്രൻ, ശരിക്കുള്ള പുത്രൻ എങ്ങനെയാണ്? അച്ഛൻ മനസ്സിൽ കാണുമ്പോഴേക്കും കാണും, അതാണ് പുത്രൻ. പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനാണ്, പറഞ്ഞാലും ചെയ്യാത്തവൻ അധമനാണ്. അതുകൊണ്ട് പുത്രന്മാർ 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എന്താണോ അച്ഛൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ള രാമപ്രതിജ്ഞ കേട്ടപ്പോൾ കൈകേയിക്ക് സമാധാനമായി. അപ്പൊ കാര്യം പറഞ്ഞു, വനം പ്രയാഹി ശീഘ്രം, ഇന്ന് തന്നെ പോണം, നാളെ ആവുമ്പോഴേക്കും മനസ്സ് മാറിയല്ലോ. അപ്പൊ അങ്ങനെയല്ലേ ഉണ്ടായത്? രാജാവാക്കാന്ന് പറഞ്ഞ ആളുടെ ഇപ്പൊ മനസ്സ് മാറിയില്ലേ? അതുപോലെ നീ ഇപ്പൊ തന്നെ പോണം. ചതുർദശ സമാസത്ര, 14 കൊല്ലമാണ് അവിടെ വസിക്കേണ്ടത്, അതാണ് അച്ഛന് വേണ്ട ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ട ശ്രീരാമൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഭരതന് രാജ്യം കൊടുത്തുകൊള്ളാം. ഏതായാലും രാജാ ദശരഥൻ ദുഃഖിതനായിട്ട് ഇതൊക്കെ കാതുകൊണ്ട് കേൾക്കുകയാണല്ലോ, പാവം. എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ സ്ത്രീജിതനായിട്ട് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് നിന്നെ പറഞ്ഞേക്കണില്ലേ, നീ വേഗം എന്നെ കൊന്ന രാജ്യം ഏറ്റെടുത്തു, അതിന് തെറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും രഘുനന്ദന ഏവം ചെയ്ത് അനൃതം നൈവ മാം സ്പൃശേ, എന്നെ കൊന്നോളോ, എന്നിട്ട് നീ രാജ്യമെടുത്താൽ ഞാൻ അസത്യവാദിയാവില്ലല്ലോ, സത്യസന്ധനായിട്ട് തന്നെ നിൽക്കുമല്ലോ. അതുകൊണ്ട് ജഗന്നാഥ പ്രാണവല്ലഭ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കരഞ്ഞു. ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ നയഗോവിതനായ രാമൻ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന്. ആ സമയത്ത് അമ്മയെ കാണാൻ പോയ സമയത്താണ് അമ്മ എന്ത് ചെയ്തിരിക്കുന്നു? ഹോമം ചകാരയാമാസ ബ്രാഹ്മണേഭ്യോ ദദൗധനം, ഹോമമൊക്കെ ചെയ്യിപ്പിച്ചു, ബ്രാഹ്മണർക്കൊക്കെ ധനം ദാനമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ധ്യായതേ വിഷ്ണുമേകാഗ്രമനസ മൗനമാസ്ഥിത, ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മൗനമായിട്ട് നിൽക്കുകയാണ്. ഉള്ളിലുള്ള ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലേ? അന്തസ്തമേഘം ഗണചിത് പ്രകാശം നിരസ്ത സർവാതിശയസ്വരൂപം വിഷ്ണും സദാനന്ദമയം ഹൃദബ്ജേ സാഭാവയന്തി നദദൃശേ രാമം. അവള് മനസ്സിൽ ഉള്ളിലുള്ള ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന ഭഗവാനെ കണ്ടില്ല. കണ്ടില്ല. അമ്മയോട് പറയണം ഭക്ഷണം എടുത്ത് വിളമ്പാം, കഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് അതിനൊന്നും നേരമില്ലമ്മേ, ഞാൻ അന്ന് തന്നെ കാട്ടിലേക്ക് പോകണം എന്ന് സമയത്ത് മോഹാത്സ്യപ്പെട്ട് വീണു അത്രേ കൗസല്യ. എന്നിട്ട് വല്ലാതെ കരഞ്ഞു പറഞ്ഞു, നീ ശരിയാണ്, അച്ഛൻ്റെ വാക്ക് പരിപാലിക്കേണ്ടതാ, മാതാപിതരോ തുല്യോ, അച്ഛനും അമ്മയും ഒരേപോലെയല്ലേ, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നിന്നോട് കാട്ടിലേക്ക് പോകാൻ, ഞാൻ പറയണ നീ കാട്ടിൽ പോകണ്ടാവും, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നോളൂ. ഇതുപോലെ ഒരു പശുവിന് തൻ്റെ പശുക്കുട്ടിയെ വിട്ടുപിരിയുന്നത് സങ്കടമാണ്, അതുപോലെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, രാമ ത്വം അഭിഷേകായ കുരു യത്നം, അഭിഷേകത്തിന് തയ്യാറായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ കർമ്മതന്ത്രമൊക്കെ ശരീരഗാത്രത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ്, ദേഹമാകട്ടെ ഭിന്നമാണ്. പുരുഷാത്മമീക്ഷതേ കോവാത്ര ഭോഗ പുരുഷേണ ഭുജ്യതേ, ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്.
ശരീരം ഭോഗങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ രാത്രിയും പകലും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ശരീരസൗഖ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പാടൊക്കെ ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിക്കോളോ, ശരീരം എന്നുള്ളത് ആത്മാവിൽ നിന്ന് ഭിന്നമാണ്. പിന്നെ ഒരു പുരുഷന് സുഖഭോഗങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞു, ഛായയെ പോലെ, ഒരു നിഴൽ എന്ന പോലെ ലക്ഷ്മി ചപലാപ്രതീത താരുണ്യം അമ്പൂർമിവത് അധ്രുവം ച സ്വപ്നോപമം സ്ത്രീസുഖമായുരൽപ്പം തഥാപി ജന്തോഹോ അഭിമാന യേശ. ഇത് പ്രധാനപ്പെട്ട ശ്ലോകം, നല്ലൊരു തത്വചിന്തത്തിനെ പറയാണ്. അതായത് ലക്ഷ്മി ചഞ്ചലയാണ്. ലക്ഷ്മിക്കൊരു പേരുണ്ട്, ചപല ചഞ്ചല എന്ന്. ആരുടെ അടുത്തും അധികം കാലം ഇരിക്കില്ല, കുറച്ചു കാലം ഇരിക്കും, അത് കഴിഞ്ഞ് അവരെ ഉപേക്ഷിച്ചു പോകും. ഉപേക്ഷിച്ച് പോയിട്ട് കണ്ടഭാവം നടിക്കില്ല. പിന്നെ തലേ ദിവസം വരെ എൻ്റെ കൂടെ ഇരുന്ന ആളാണല്ലോ എന്നുള്ള നോട്ടം പോലും ചേർക്കറില്ല ലക്ഷ്മിക്ക്. പക്ഷേ പറഞ്ഞു, നാരായണ ഭട്ടതിരി പറഞ്ഞു, എവിടെയാണോ ദൈതപ്രസ്താവതാരം, തൻ്റെ ഭർത്താവിനെ ആരാണോ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടാകും ചപലയാണെങ്കിലും. ആ ചപലയാണ് ലക്ഷ്മി, നിഴലിനെ പോലെ. നിഴൽ എന്താണ്? രാവിലെ തുടങ്ങുന്ന നിഴൽ നട്ടുച്ചയാകുമ്പോൾ ഇല്ലാതായിരിക്കും, സന്ധ്യയ്ക്ക് തുടങ്ങിയ നിഴൽ രാത്രിയാകുമ്പോൾ ഇല്ലാണ്ടാവും. അപ്പം അതുപോലെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ നിഴൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആ നിഴലിൻ്റെ സമയം കഴിഞ്ഞാൽ അത് പോകും. അതുപോലെ ഈ ലക്ഷ്മി ദേവിയും ചഞ്ചലയാണ്. കാരണം യൗവനം എന്ന് പറയുന്നത് വെറും ജലബുദ്ബുദവത്, തരംഗങ്ങളെ പോലെയാണ്, വെള്ളത്തിലെ തരംഗങ്ങളെ പോലെയാണ്. അതുപോലെ തന്നെ അനിത്യമാണ്. സ്ത്രീ സുഖം എന്നുള്ളത് സ്വപ്ന സുഖമായിട്ടാണ് കാണപ്പെടുന്നത്. ആയുസ് എന്ന് പറയുന്നത് അല്പം, എപ്പോഴാ അത് പൊട്ടിപ്പോവാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാലും എല്ലാ ജീവജാലങ്ങൾക്കും ഈ ശരീരത്തിനോടും ഈ ജീവിതത്തിനോടും എന്തൊരു മമത അല്ലേ. അതുകൊണ്ട് രോഗാതിരലങ്കൃത, രോഗങ്ങൾ വന്നാലും വിരോധമില്ല, താൻ ജീവിച്ചിരിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കും. ഗന്ധർവ നഗരപ്രഖ്യ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞു. അത് തന്നെ ഇവിടെ വ്യാസഭഗവാൻ പറയണ, സംസ്കൃതി സ്വപ്ന സദൃശീ സദാ രോഗാധിസങ്കുല ഗന്ധർവ നഗരപ്രഖ്യ മൂഢസ്താമനുവർത്തതേ. മൂഢനായിട്ടുള്ളവൻ ആ ശരീരത്തിന്റെ പിന്നാലെ നടക്കുകയല്ലേ. ആയുസ് ഇങ്ങനെ ഒരു ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നഷ്ടപ്പെടണം. ആയുസ്സിലെ, ജീവിതത്തിലേ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആയുസ്സിലെ ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അന്യോന്യം ജരാമൃത്യുവിനെ കണ്ടുകൊണ്ടിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല. യക്ഷപ്രശ്നത്തിലെ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുക, ആരാണ് പ്രധാനം, മനസ്സാണ് വേഗത എന്നൊക്കെ നിറച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ചോദിച്ചു, യുധിഷ്ഠിര, ഈ ലോകത്തിൽ ആശ്ചര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ലോകാശ്ചര്യം എന്ന് പറഞ്ഞാൽ താജ്മഹൽ അല്ലെ, ചൈന മതിൽ എന്നൊക്കെ പറയും. ഇതുപോലെ ചോദിച്ചു ഈ യുധിഷ്ഠിരനോ. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, അഹന്യഹന്നി, ഓരോ ദിവസവും ഗച്ഛന്തി ഹയമാലയം, ഓരോ ജീവജാലങ്ങളും യമഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ എടുത്താൽ പേപ്പറിൻ്റെ ഒരു ഭാഗം മുഴുവൻ ചർമ്മക്കളോ അല്ലേ, എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും അന്യേ സ്ഥാവരമിച്ഛന്തി, ഇതിനേക്കാൾ ആശ്ചര്യം എന്താണെന്ന് ചോദിച്ചു. മറ്റുള്ളവര് ഞാനും എൻ്റെ മകനും എൻ്റെ മകൻ്റെ മകനും അവർക്കൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമം, നമ്മുടെ കാര്യേ പോക്ക്. എന്നിട്ട് നമ്മൾ വല്ലാതൊരു കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും ആശ്ചര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, ഈ ജന്മമൃത്യുക്കളെ കണ്ടിട്ടും ആരുടെ മനസ്സിലും ബോധം ഉണ്ടാകുന്നില്ലല്ലോ, അതാണ് അതിശയം. അതുകൊണ്ട് ഇത് പകലാണെന്നും ഇത് രാത്രിയാണെന്നും പറയുന്നതൊക്കെ മൂഢത്തരമാണ്. ഭോഗാൻ അനുപദത്യേവ കാലവേഗം നവശ്യതി, ഈ സുഖഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ കാലം പോണത് അറിയുന്നില്ല. വിതുരർ ധൃതരാഷ്ട്രോടും പറഞ്ഞത് അതാ, ഈ കാലം പോകുന്നത് നീ അറിയുന്നില്ലല്ലോ, നമുക്ക് പോകാനുള്ള കാലം എടുത്ത് ഇതൊക്കെ ഉപേക്ഷിച്ച് വേഗം പൊക്കോളോ എന്ന് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു. അതുപോലെ ആ കാലം പോകുന്നത് നമ്മൾ ആരും അറിയുന്നില്ല. ഓരോ നിമിഷവും നമ്മളുടെ ശരീരം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആമകടാമ്പുവത്, ഉണക്കാത്ത മൺപാന ചുട്ടിട്ടില്ല, അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതെന്ത് ചെയ്യും, ആ മണ്ണിനെയും കൂടെ കരച്ചുകൊണ്ട് പോകും അല്ലേ. അങ്ങനെ ഓരോ ദിവസവും നമ്മളുടെ പ്രാണൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജരാവ്യാഘ്രീവ, ഒരു ജരാനര എങ്ങനെയാ വരണത്, ഒരു പുലിയെ പോലെ. പുരസ്താ തർജയന്തി അവതിഷ്ഠതി, നമ്മളെ പേടിപ്പിച്ചുകൊണ്ട്
ജരാനര വ്യാധിക്കുന്നു. അതിനോടൊപ്പം മൃത്യു സഹൈവ യാത്യവ സമയം സംപ്രതീക്ഷതേ. സമയം വരണമല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മരണം. എപ്പോൾ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോകാം. അതുകൊണ്ട് ഈ ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ളതായ ഭാവം, ഞാൻ രാജാവാണ് എന്നുള്ള ഭാവം, ഇതെല്ലാം ക്രിമിബിഡ് ഭസ്മസംഹിതേ. ഈ ശരീരം എന്ന് പറയുന്നത് എന്താ? പുഴുവാ അല്ലെങ്കിൽ മലമാ. ഇതിന് പുഴു മലം എന്നൊക്കെ പേരിടുന്നത്, അല്ലാണ്ട് ഇതിന് ശരീരം എന്ന് പറയണ്ട. കാരണം ഇത് നാളെ ദ്രവിച്ച് പുഴുവായി മാറാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുവിൻ്റെയും ഭക്ഷണമായിട്ട് അത് മലമായിട്ട് മാറാം, അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കിയ ഭസ്മമാകാം. ഇങ്ങനെ ഭസ്മം, കൃമി, മലം എന്ന് പറയുന്ന ഈ ശരീരത്തിൽ മനുഷ്യര് ഇത്ര ആഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. അത് അതായത് മലമൂത്രങ്ങൾ തുടങ്ങിയിട്ടുള്ളതായ പുരീഷം, ഇതിനെ കൊണ്ടൊക്കെ ഉള്ളതാണ് ഈ ശരീരം. വികാരിയാണ്, പരിണാമിയാണ്, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദേഹത്തെ ആത്മാവെന്ന് ധരിച്ചുകൊണ്ട് ഈ ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ ഓരോരുത്തരും പാടുപെടുന്നത്. ദേഹാഭിമാനിനഃ സർവേ ദോഷാ പ്രാദുർഭവന്തി. ഈ ദേഹാഭിമാനമാണ് എല്ലാ ദോഷങ്ങൾക്കും കാരണം. ഈ അജ്ഞാനമാണ് സംസാരത്തിന് കാരണം. അതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസമുള്ളവൻ, വിവരമുള്ളവൻ ആ ശരീരത്തിനെ ആത്മാവെണെന്ന് ധരിക്കരുത്. എന്നിട്ട് പറഞ്ഞു, അതിലും ക്രോധമെന്നുണ്ടല്ലോ ലക്ഷ്മണ, അത് ഭയങ്കരനാണ്. മോക്ഷവിഘ്നായ സർവ്വത. നമ്മുടെ മോക്ഷത്തിന് പ്രതിബന്ധമുണ്ടാക്കുന്ന ഒരു വികാരമാണ് ക്രോധം. ഏന ആവിഷ്ടപുമാൻ ഹന്തി പിതൃ ഭ്രാതൃ സുഹൃത് സഖീൻ. വ്യക്തമായിട്ട് പറഞ്ഞു, അച്ഛനെയോ അമ്മയെയോ സുഹൃത്തുക്കളെയോ ഒക്കെ കൊല്ലാൻ പഠിക്കില്ല ഈ ക്രോധം വന്നു കഴിഞ്ഞാൽ. ഉടനെ പറഞ്ഞു, ക്രോധമൂലോ മനസ്താപഃ ക്രോധ സംസാരബന്ധനം സന്തോഷോ നന്ദനവനം ശാന്തിരേവ ഹി കാമതുക്. ഈ ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അല്ലെ. ലോഭോ മൂലമനർത്താനാന്ന് പറയണ മാതിരി, ശരീരസ്ഥോ മഹാൻ രിപുഹു ആലസ്യം എന്ന് പറയണ മാതിരി, ഈ ക്രോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് തന്നെ അത് സംസാര ബന്ധനമാണ്. നമ്മുടെ ധർമ്മത്തെ ഇല്ലാതാക്കി തീർക്കും, ധർമാധർമ്മ ചിന്ത വിട്ടുകളഞ്ഞേക്കും. അതുകൊണ്ട് ക്രോധം ഉപേക്ഷിക്കൂ. ക്രോധൻ വലിയൊരു ശത്രു തന്നെയാണ്. അത്യാഗ്രഹമാണ് വൈതരണി നദി. അതുകൊണ്ട് സന്തോഷം എന്നുള്ളത് നന്ദനവനമാണ്. അതുകൊണ്ട് സന്തോഷം പ്രാപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് സമാധാനിക്കണം. അച്ഛനെ കൊല്ലാമെന്നൊന്നും പറഞ്ഞ് വരാൻ പാടില്ല ലക്ഷ്മണ. നമ്മൾ സമാധാനത്തോടെ പ്രാപിക്കുക. ഏതായാലും ദേഹം എന്നുള്ളത് ആത്മാവിൽ നിന്നും വിലക്ഷണമാണ്. ആത്മാവെന്ന് പറയുന്നത് ശുദ്ധമാണ്, സ്വയംജ്യോതിയാണ്, ശാന്തമാണ്, നിരാകൃതിയാണ്. ദേഹേന്ദ്രിയ പ്രാണൈഹി ഭിന്നത്വം, ദേഹേന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയാം, സംസാര ദുഃഖൈരഖിലൈഹി ഭാഗ്യസേ ന കദാചന ത്വമപ്യംബമയാദിഷ്ടം ഹൃദി ഭാവയ നിത്യത. അമ്മയോടും പറഞ്ഞു, അമ്മേ ഞാൻ ഈ പറയുന്നത് മനസ്സിൽ ഉറപ്പിച്ചോളോ. എൻ്റെ വരവ് പ്രതീക്ഷിച്ച്. ആശയാണ് ജീവിതത്തിൽ പ്രധാനം. നല്ലത് വരും എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം നന്നായിരിക്കും എന്ന് വിചാരിച്ചെഴുന്നേറ്റാൽ അന്നത്തെ ദിവസം നന്നായിരിക്കും. എഴുന്നേൽക്കുമ്പോൾ തന്നെ വയ്യാണ്ട് എനിച്ചാൽ അന്നത്തെ ദിവസവും നമ്മൾ മൂഡ് ഓഫ് ആണെന്ന് പറഞ്ഞ് പേരിടും. അതായത് മനസ്സിൽ സച്ചിന്ത, ആ സച്ചിന്ത വളർത്തിയാൽ അത് ഏറ്റവും നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ സമാഗമം പ്രതീക്ഷസ്വ എന്ന് പറഞ്ഞു അമ്മയോട്. എൻ്റെ വരവിനെ കാത്തിരുന്നോളൂ അമ്മ. എന്താ കാരണം? അതായത് നദികളിങ്ങനെ പ്രവാഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഉദ്ദേശം മുഴുവൻ എന്താ? സമുദ്രത്തെ എട്ടിപ്പിടിക്കണം എന്നാണ്. വരുന്ന വഴിയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ട് നദികൾക്ക്. ഉയർന്നു പൊങ്ങി ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ അടി പാതാളത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ കല്ലിടുക്കിൻ്റെ അടുത്ത് പോകും. വീതിയുള്ള നദി വീതി ഇല്ലാണ്ടാകേണ്ടി വരും. പക്ഷെ അത് കണ്ടതൊന്നും മലയ്ക്കാറില്ല. നദി അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴുകി ഒഴുകി എൻ്റെ ലക്ഷ്യസ്ഥാനമായ ഭഗവാനിൽ തന്നെ പ്രാപിക്കും. അതുപോലെ ഞാൻ ഈ 14 കൊല്ലം മിനിറ്റ് വെച്ച് കഴിച്ചു കൂട്ടുമമ്മേ. അതുകൊണ്ട് ദുഃഖം സന്ത്യജ്യ ദൂരത, ആ ദുഃഖമൊക്കെ ഉപേക്ഷിച്ച് സുഖമായിട്ട് വസിച്ചുകൊള്ളൂ, അതാണ് നല്ലത്. വേഗം തന്നെ അമ്മയെ നമസ്കരിച്ചു. എല്ലാ ദേവന്മാരും ബ്രഹ്മവിഷ്ണു ശിവാദികളൊക്കെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വാൽമീകി രാമായണത്തിലെ കൗസല്യ മംഗളാനി ആദനോദു എന്ന് പറഞ്ഞ കുറേ ഉണ്ട് അല്ലേ. വിനതന്, അതെ വിനതാപുത്രന് ഗരുഡനെ അമൃതം കൊണ്ടുവരുമ്പോൾ ഏതൊരു
മംഗളമുണ്ടായോ അതേപോലെ നിനക്ക് മംഗളമുണ്ടാകട്ടെ. 3 പാദം കൊണ്ട് ഭൂമിയും പാതാളത്തെ അളന്ന വിക്രമൻ എന്തൊരു ഭാഗ്യം ഉണ്ടായോ അത് നിനക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മനസ്സിലൊരു വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു മകനെ, ആ സംശയം നീ തീർത്തു തന്നു. അതുകൊണ്ട് പിന്നിലേക്ക് നടക്കാനായിട്ട് ഈ ലക്ഷ്മണനെയും അനുവദിക്കണമെന്ന് പറഞ്ഞു. ആശ രണ്ടുപേരും കൂടി പുറപ്പെട്ടു എന്നുള്ള നമുക്ക് കഥയൊക്കെ ദണ്ഡകാരണ്യത്തിലൊക്കെ എത്തി. അങ്ങനെ 14 വർഷം താമസിക്കാമെന്ന് പറഞ്ഞ് വേഗം പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആ രാമവചനം കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, ഞാനും വരാം, ഞാനും വരാം. കാരണം എന്താ, ജനക മഹാരാജാവ് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇയം സീതാ മമ സുധ സഹധർമ്മചരീതവ, നിങ്ങളുടെ സഹധർമ്മചര്യ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നോടൊപ്പം അവളിരിക്കും. ഛായേവ അനുഗത, നിഴൽ എന്ന പോലെ പിന്തുടരുന്നവളാണ്. നിഴലിനെ ഒരാളിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ലല്ലോ, അതുപോലെ ഈ സീതയെ വേർപെടുത്താൻ പറ്റില്ല എന്നാണ് ജനക മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സീതയും പുറപ്പെട്ടു. ഞാൻ മുമ്പിൽ വന്നോളാം, വനം പശ്ചാത്തമേഷ്യസി, ഞാൻ മുമ്പിൽ നടക്കാം, എൻ്റെ പിന്നിലേക്ക് നിങ്ങൾ വന്നാൽ മതി, എന്നെ കൂടാതെ പോകാൻ പറ്റില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ചു. ആ സമയത്ത് പ്രീതനായി ത്രേസു പ്രിയത, കാരണം അമ്മയോട് പാതിവ്രത്യധർമ്മത്തെ ഉപദേശിച്ചിട്ടാണ് വന്നത് ശ്രീരാമന്. അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് സീതയോട് വരണ്ട പറഞ്ഞാൽ സീത സമ്മതിക്കുമോ? ആ പാതിവ്രത്യധർമ്മം തന്നെയല്ലേ അവൾക്കുമുള്ളത്. അതുകൊണ്ട് അവിടെ രാക്ഷസന്മാർ ഘോരരൂപന്മാരായിട്ടുണ്ട്, വഴിയിൽ കല്ലും മുള്ളുമുണ്ട്, നിനക്ക് നടന്ന ശീലമില്ല, കഴിക്കുന്നതും കുളിക്കുന്നതുമായ പഴങ്ങളായിരിക്കും തിന്നേണ്ടി വരിക. അതുപോലെ തന്നെ നിനക്ക് അപ്പം അല്ലെങ്കിൽ ദോശ ഇഡ്ഡലിയൊന്നും അവിടെ കിട്ടില്ല, ഇങ്ങനത്തെയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് അതാത് കാലത്തിലെ ഏത് പഴമോ ആ പഴം മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. എല്ലായിടത്തും കല്ലും മണ്ണും നിറഞ്ഞതായിരിക്കും. ചിലപ്പോൾ ഗുഹയിൽ താമസിക്കേണ്ടി വരും, രാത്രി മുഴുവൻ ചീവിടുകളുടെ ശബ്ദം ഉണ്ടാവും, നിനക്ക് ഉറങ്ങി ശീലമില്ലല്ലോ എന്നൊക്കെ നല്ല വാക്കിലൊക്കെ പറഞ്ഞു. മാത്രമല്ല കാലിൽ ചെരുപ്പും അല്ലെങ്കിൽ പല്ലക്കിൽ പോകാനൊന്നും പ്രതീക്ഷിക്കേണ്ട, പാദചാരിണ്യ ഗന്തവ്യം, പാദചാരിയായിട്ട് തന്നെ പോകേണ്ടി വരും. നല്ല തണുപ്പ്, നല്ല ചൂട്, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. രാക്ഷസന്മാരെ കാട്ടിൽ കാണുമ്പോൾ ജീവിതം നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. എന്തു പറഞ്ഞിട്ടായും വീട്ടിലിരിക്കൂ എന്ന് പറഞ്ഞിട്ടും സീത സമ്മതിച്ചില്ല. അങ്ങയുടെ കൂടെ ഞാൻ വരാം, ആ പുല്ലുകളൊക്കെ എനിക്ക് കണ്ട ആ മുള്ളൊക്കെ എനിക്ക് ദർഭപ്പുല്ല് പോലെ ഞാൻ കരുതിക്കൊള്ളാം. പുഷ്പാസ്തരണ തുല്യാമേ ഭവിഷ്യതി, ആ പൂക്കളൊക്കെ എനിക്ക് മെത്തയായി തീർന്നോളും, ഞാൻ അങ്ങയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. എന്നാൽ ശരി, നമുക്കെല്ലാം ദാനം ചെയ്തിട്ട് പോകാമെന്നായി. അവർ ഓരോരുത്തരെയും വിളിച്ച് എല്ലാം ദാനം ചെയ്യാണ്. എന്നിട്ട് ശ്രീരാമൻ സീതയോടൊപ്പം ആ രാജവീതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അനുജനോടൊപ്പം അവിടെയുള്ള പൗരന്മാരെയും ബന്ധുക്കളെയും അവർ കുതൂഹലന്മാരായിട്ട് ആനന്ദത്തോടു കൂടി നോക്കി നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അവരെയൊക്കെ പറ്റിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. ഭഗവാൻ കാട്ടിലേക്ക് പോവുകയാണ്. അത് നമുക്കറിയാം, അതുകൊണ്ട് കാനനവാസം ഒന്നും പറയുന്നില്ല. അച്ഛനെ നമസ്കരിച്ചിട്ടാണ് രഥത്തിൽ കയറിയത്. രഥം പോകാൻ പുറപ്പെട്ടപ്പോൾ രാമൻ പറഞ്ഞു മുന്നോട്ടെടുക്കൂ എന്ന്, ദശരഥൻ പറഞ്ഞു നിർത്തൂ എന്ന്. ദശരഥൻ രാജാവാണ്, നിർത്തൂ എന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു പോട്ടെ എന്ന്. എന്ത് ചെയ്യും സുമന്ത്രനാകെ വിട്ടില്ലേ. ഏതായാലും കൊണ്ടുപോയി അവസാനം കാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സുപ്രീതനായിട്ട് പറഞ്ഞു, ഗുഹൻ വന്നു. എന്നിട്ട് ഗുഹനെ കാണുകയാണ് ആദ്യം ശൃംഗിവേരപുരത്തിൽ വെച്ച്. അപ്പോൾ ഗുഹൻ പറയാണ്, ഇതെൻ്റെ രാജ്യം അങ്ങക്ക് ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ പറയണേ, കാട്ടിൽ 14 കൊല്ലം വനവാസിയായിട്ട് ജീവിച്ചോളാന്നാണ് പറഞ്ഞത്, ഒരു രാജ്യത്തിന് ഞാൻ അർഹതപ്പെട്ടവനല്ല. മാത്രമല്ല ഇത് നിഷാദരാജ്യമാണെങ്കിലും അത് അയോധ്യയിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഞാൻ രാജാവായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഗംഗയെ ഉത്തരണം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് ഭരദ്വാജ മഹർഷിയെ കണ്ടു, വാൽമീകിയെ കണ്ടു എന്നൊക്കെ പറയാൻ പോവാണ്. അപ്പോൾ ഗംഗാ ഉത്തരണം വന്നപ്പോൾ ഗുഹൻ പറഞ്ഞു, ഞാൻ ഗംഗ കടത്തി വിടാം. ഉടനെ ഗുഹൻ തോണി കൊണ്ടുവന്നപ്പോൾ ഗുഹനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കഴുകണമെന്ന് വല്ലാത്ത മോഹം. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ കാല് കഴുകാതെ ഇതിൽ കയറാൻ പറ്റില്ല. അപ്പൊ അതെന്താ അത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ കാലിലെ പൊടി കൊണ്ടാണ് ആ ഒരു കല്ല്, ഒരു പെണ്ണായില്ലേ, ഇപ്പൊ ഈ മരം, അതും വെള്ളത്തിൽ കിടന്ന് ദ്രവിച്ച ഈ മരം, ഈ തോണി എങ്ങാനും പെണ്ണായാൽ എൻ്റെ ജീവിതം മുട്ടും. എനിക്ക് ഇതുകൊണ്ട് 4 കാശ് കിട്ടിയിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയും, ഒരു സ്ത്രീയെയും പിടിച്ചു കൊണ്ടുപോയാല് അതുകൊണ്ട് കാല് കഴുകിയിട്ടേ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ ഗുഹന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ക്ഷാളനം ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടിയെന്ന്.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ലക്ഷ്മണൻ പറയാണ്, ആരാണ് ഇവർ രണ്ടുപേരും കൂടി രാത്രി കിടക്കുന്നതായ ശ്രീരാമന് കാവൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഗുഹൻ പറയുന്നത്, ഇതൊക്കെ ഈ കൈകേയി വരുത്തി വെച്ചതാ അല്ലേ, സങ്കടം കൊണ്ട്, സഖാവിന് വന്ന സങ്കടം കൊണ്ട് ആ ഭഗവാൻ അങ്ങോട്ട് അല്ല ഗുഹൻ ഭഗവാന് വന്ന കഷ്ടത്തിന് കാരണം മുഴുവൻ കൈകേയിയാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മണന് അതിനു മുൻപ് ഉപദേശിച്ചിട്ടുണ്ട്. ലക്ഷ്മണനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നീ ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ. ആ ഉപദേശത്തിന്റെ വലിപ്പത്തില് ലക്ഷ്മണൻ പറയാണ്, സുഖസ്യ ദുഃഖസ്യ നകോപിദാദ പരോദദാദീതി കുബുദ്ധിരേഷ അഹം കരോമീതി വൃഥാഭിമാനഃ സ്വകർമ്മ സൂത്രഗ്രഥിതോ ഹി ലോകഃ. നല്ലൊരു സുഭാഷിതമാണ്. എന്താ പറഞ്ഞ, സുഖവും ദുഃഖവും ഒന്നും ആരും തരുന്നതല്ല. അന്യനാണ് എനിക്ക് സുഖമുണ്ടാക്കുന്നത്, അന്യനാണ് എനിക്ക് സങ്കടമുണ്ടാക്കുന്നത് എന്നത് കുബുദ്ധിയാണ്. കാരണം മാത്രമല്ല, ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ള വിചാരം അതിലേറെ ആപത്താണ്. സ്വകർമ്മസൂത്രഗ്രഥിതോഹി ലോകം. അവനവന്റെ കർമ്മഫലം കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ് ഈ ലോകം. അതിനാരെയും കുറ്റം പറയാം. നമ്മൾ ചെയ്ത കർമ്മഫലം നമ്മളെ അനുഭവിച്ചു കൊള്ളണം. സുഖം വാ യതി വാ ദുഃഖം, സുഖമായാലും ദുഃഖമായാലും സ്വകർമ്മവശകോ ജനഃ, സ്വന്തം കർമ്മത്തിന് അടിപ്പെട്ടവരാണ്. യദ്യത് ആഗതം തത്തദ്ഭുക്ത്വ സ്വസ്ഥമനാഭവി, വന്നതിനെ ഒരേപോലെ സ്വീകരിക്കുക. സുഖമായാലും ദുഃഖമായാലും ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്നതുപോലെ ഒരേപോലെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്താൽ സങ്കടമില്ല. അതാണ് വേണ്ടത്. ഭോഗങ്ങളില് സുഖഭോഗങ്ങളിലും അല്ലാത്ത ആഗ്രഹം അരുത്. ഭോഗം ഇട്ട് കളയും വേണ്ട. സുഖഭോഗം അനുഭവിക്കില്ല എന്നൊന്നും പറഞ്ഞിരിക്കണ്ട. കിട്ടിയാൽ കഴിച്ചോളോ, കിട്ടിയാൽ അനുഭവിച്ചോളോ. കിട്ടാത്തതിനെ ചൊല്ലി ദുഃഖിക്കാനും പാടില്ല. ആഗച്ഛത്വതം ആഗച്ഛത് അഭോഗവശബോധം. കിട്ടിയാൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. എന്തിനേയും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാകണം. അപ്പോൾ ഏത് നാട്ടില് ഏത് സ്ഥലത്ത് ഏതാണോ സുഖം ഏതാണോ അശുഭം എന്നറിയില്ല. കാലദേശം അനുസരിച്ചാണ് സുഖവും സൗഖ്യവും ഒക്കെ. കാലദേശം അനുസരിച്ചാണ് ശുഭവും അശുഭവും. ചില സ്ഥലങ്ങളിൽ ശുഭമായ കാര്യം ചില സ്ഥലങ്ങളിൽ അശുഭമാണ്. ചിലയിടത്ത് അശുഭമായത് മറ്റൊരിടത്തില് സുഖകരമാണ്. അതുകൊണ്ട് ഹർഷവിഷാദങ്ങൾ വേണ്ട, സന്തോഷിക്കുകയും വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട. ഇതെല്ലാം വിധാത്രാവിദിതം, ബ്രഹ്മദേവൻ നമുക്ക് ഉണ്ടാക്കിത്തന്നതാണ് എന്ന് വിചാരിച്ചു കൊള്ളുക. ഒരു കാര്യം ആലോചിച്ചോളൂ, സുഖസ്യാനന്തരം ദുഃഖം, ദുഃഖസ്യാനന്തരം സുഖം എന്ന് തുഞ്ചത്താചാര്യൻ പറഞ്ഞു. സുഖസ്യാനന്തരം ദുഃഖം, ദുഃഖസ്യാനന്തരം സുഖം, ത്വയം ഏതത്തി ജന്തൂനാം അലംഘ്യം ദിനരാത്രവത്. പകലും രാത്രിയും പോലെ മാറ്റിമറിക്കാൻ പറ്റാത്തതാണ് സുഖവും ദുഃഖവും. സുഖം വന്നാല് അലർട്ടായിട്ടിരുന്നോളോ, അടുത്തത് എനിക്ക് ദുഃഖമാണെന്ന്. ദുഃഖം വരുമ്പോൾ സന്തോഷിച്ചിരുന്നോളോ, ഇനി എനിക്ക് സുഖം വരും. അപ്പൊ പിന്നെ ഒന്നും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. സുഖമധ്യേ സ്ഥിതം ദുഃഖം, സുഖത്തിന്റെ ഇടയിലിടയിൽ ചിലപ്പോൾ ദുഃഖം വരും. ദുഃഖമധ്യേ സ്ഥിതം സുഖം, ദുഃഖത്തിന്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് സുഖം കിട്ടും. ദ്വയം അന്യോന്യ സംയുക്തം റോച്യതേ ജലപങ്കവത്. രണ്ടും തമ്മില് വളരെ ബന്ധമാണ്, ചളിയും വെള്ളവും പോലെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിദ്വാനായിട്ടുള്ള ഒരുത്തൻ ധൈര്യത്തോടു കൂടി സുഖദുഃഖങ്ങളെ ഒരേ കാഴ്ചപ്പാടില് കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഗുഹലക്ഷ്മണയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രാവിലെയായി. ശ്രീരാമചന്ദ്ര പ്രഭു എഴുന്നേറ്റു. അപ്പോഴാണ് ഗംഗാനദി കടത്തിവിട്ട കാര്യം പറഞ്ഞത്. അങ്ങനെ ഗംഗാനദിയൊക്കെ കടന്നു ഇവരെ നേരെ ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് ചെന്നു. ഭരദ്വാജ മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭു വരുന്നൊക്കെ അതായത് ത്രികാലജ്ഞാനിയാണ്. വരാൻ പോണതും വന്നതും കഴിഞ്ഞതും ഒക്കെ അറിയാം, വർത്തമാനമൊക്കെ അറിയാം. അങ്ങനെയുള്ള അദ്ദേഹം അവരെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം ഭരദ്വാജ മഹർഷി ഭഗവാനാണ് വരുന്നത് എന്ന് അറിയും. ഭഗവാനാണ് രാവണവധത്തിന് വേണ്ടി ജനിച്ച ശ്രീരാമൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ കാലിൽ വീണ് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വേഗം തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഗുഹന്റെ അടുത്തുനിന്ന് വരുമ്പോൾ അവിടെയുള്ള വടോദം കൊണ്ട് ആ ക്ഷീരം അതുകൊണ്ട് തല ജടയാക്കിയിട്ടുണ്ട്. അപ്പൊ ജാനകി ലക്ഷ്മണോപേദം ജടാമകുടമണ്ഡിതം കന്ദർപ്പസദൃശാകാരം കമനീയംബുജേക്ഷണം. ഭഗവാന്റെ രൂപം പറയാണ്. നല്ല വലിയൊരു ജട ധരിച്ചിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള കണ്ണുകള്. അതുപോലെ തന്നെ ജാനകിയും ലക്ഷ്മണനും ഇരുവശത്തുമുണ്ട്. ആ കണ്ട ഉടനെ തന്നെ എഴുന്നേറ്റ് ആലിംഗനം ചെയ്ത്
ഹർഷസ്വലോചനായിട്ട് പൂജിച്ച്, ജഗത്പൂജ്യനായ ഭഗവാനെ പൂജിച്ച് ആദരിച്ചു. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പൊക്കോളോ ചിത്രകൂടത്തിലേക്ക് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ചിത്രകൂടത്തേക്ക് പോകുന്നതിന് മുൻപ് വാൽമീകി മഹർഷി വന്നു. അപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞു, ഞാൻ പണ്ട് രത്നാകരൻ എന്നൊരു കള്ളനായിരുന്നു, എല്ലാവരിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ടിരുന്നു. സജ്ജനസംഘം കൊണ്ട് എനിക്ക് നന്മയുണ്ടായി. സപ്തർഷികളെ തട്ടിപ്പറിക്കാൻ പോയപ്പോഴാണ് അവർ പറഞ്ഞത്, നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു. ആ സമയത്ത് ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, താൻ ചെയ്യുന്ന കർമ്മം താൻ അനുഭവിക്കുകയേ പറ്റൂ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഈ സത്സംഗം കൊണ്ട് മനസ്സിന് ജ്ഞാനം ഉണ്ടായി. ആ ജ്ഞാനം ഉണ്ടായി, ഞാൻ അവരെ ആശ്രയിച്ചു. അവർ അങ്ങയുടെ നാമം പറഞ്ഞ് ഞാൻ ഈ നിലയിലെത്തി. അതാണ് വാൽമീകി പറഞ്ഞത്, അങ്ങയുടെ നാമം പറഞ്ഞ് ഞാൻ ഈ എത്തി. അപ്പോൾ വാൽമീകിയോടും അച്ഛൻ്റെ ആജ്ഞയൊക്കെ കുറിച്ച് പറഞ്ഞ് ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചിത്രകൂടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അപ്പം അവിടെയും ഇവിടെ എന്താണ്, സ്തുതിയുണ്ട്. ആ സ്തുതി ഒന്ന് വായിക്കട്ടെ. ശാന്ത എവിടെയാ താമസിക്കേണ്ടതെന്ന് ചോദിക്കുക രാമൻ. അത് അധ്യാത്മരാമായണത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണല്ലോ ഇത്. എവിടെയാണ് ഞാൻ താമസിക്കേണ്ടതെന്ന് ചോദിച്ചു. സർവജഗത്തിൻ്റെയും നിവാസസ്ഥാനനായ അങ്ങ് എവിടെയാ വസിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് തന്നെ ആശയം. ശാന്താനാം അമലാത്മനാം ചേതസി, ശാന്തന്മാരായ കളങ്കമില്ലാത്തവരുടെ മനസ്സാണ് അങ്ങക്ക് പറ്റിയ വാസസ്ഥലം, അല്ലാത്ത വാസസ്ഥലമല്ല. അതുപോലെ തന്നെ നിരഹങ്കാരികളായിട്ടുള്ളവർ, രാഗദ്വേഷാദികളില്ലാത്തവർ, സ്വർണവും മണ്ണാങ്കട്ടിയും ഒരുപോലെ കടന്നുന്നവർ, അവരുടെ ഹൃദയമാണ് ഭഗവാൻ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ മാത്രമല്ല, അതാണ് ത്വം മന്ത്രജാപകോയസ്തു, ആരാണോ അങ്ങയുടെ നാമം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ത്വാമേവ ശരണം ഗതഃ, അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നത്, നിർദ്വന്ദ്വോ നിസ്പൃഹസ്തസ്യ ഹൃദയം തേ സുമന്ദിരം, നിർദ്വന്ദ്വനായിട്ട് ദ്വന്ദ്വാതീതനായിട്ട് ആരോടും ഒരു വിരോധം പ്രകാരം ഒന്നിനോടും ഒട്ടലില്ലാതെ ഇരിക്കുന്നവരുടെ ഹൃദയമാണ് അങ്ങക്ക് വാസസ്ഥലം. ആരാണോ ദേഷ്യമില്ലാത്തവര്, ആരാണോ പ്രിയമെന്നില്ലാത്തവര്, പ്രിയം കണ്ട് സന്തോഷിക്കാത്തവര്, ദുഃഖം കണ്ട് സങ്കടപ്പെടാത്തവര്, എല്ലാം മായയാണെന്ന് കരുതുന്നവര്, അവരുടെ ഹൃദയമാണ് അങ്ങക്ക് വാസസ്ഥലം എന്നൊക്കെ ഭഗവാൻ എവിടെ വസിക്കുമെന്ന് വാൽമീകി മഹർഷിയെ കൊണ്ട് പറയിക്കുകയാണ്. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അങ്ങനെ സൂത്രത്തിൽ കൂടെ ധർമ്മം പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷഡ്ഭാവാദി വികാരാന്യോ ദേഹേ പശ്യതി, ജനിക്കുക, വളരുക, പിന്നെയും യൗവനത്തെ പ്രാപിക്കുക, വാർദ്ധക്യത്തിൽ വരിക, മരിക്കുക, അതൊക്കെ ഉണ്ടല്ലോ. ഈ ഭാവങ്ങളൊന്നും ആത്മാവിനില്ല. വിശപ്പ്, ദാഹമൊക്കെ പ്രാണിധർമ്മം, പ്രാണന്റെ ധർമ്മമാണ്, അതൊന്നും ആത്മാധർമ്മമല്ല. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സംസാരധർമ്മൈഹി നിർമുക്തസ്യ, സംസാരധർമ്മങ്ങളിൽ മുക്തനായിട്ടിരിക്കുന്നവനാണ് അങ്ങക്ക് പറ്റിയ താമസസ്ഥലം. അതുകൊണ്ട് അങ്ങ് എല്ലായിടത്തും ചിദ്ഘനനാണ്, സത്യനാണ്, ആനന്ദസ്വരൂപനാണ്, സീതയോടുകൂടി വസിച്ചുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞു, അങ്ങയുടെ നാമമഹിമ ഞാൻ എങ്ങനെ വർണ്ണിക്കാം. ആരാ പറയണത്? വാൽമീകി മഹർഷി അല്ലേ? വാൽമീകി മഹർഷി രാമനാമം കൊണ്ടല്ലേ ഈ നിലയിൽ എത്തിയത്. യസ് പ്രഭാവാദഹം രാമ ബ്രഹ്മർഷിത്വം അവാപ്തവാൻ, ആ പ്രഭാവം കൊണ്ടല്ലേ ഞാൻ ബ്രഹ്മർഷിയായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ മാഹാത്മ്യത്തെയൊക്കെ പറഞ്ഞു. വാൽമീകിയാൽ പൂജിക്കപ്പെട്ട് സസീതനായ ലക്ഷ്മണനോടുകൂടി ദേവന്മാരാല മുനീന്ദ്രന്മാരോടുകൂടി സ്വർഗത്തിലേക്ക് പോയി അത്രേ, അല്ല ചിത്രകൂടത്തിലേക്ക് പോയി അത്രേ. ഇവിടെ സുമന്ത്രൻ തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഗംഗാതീരത്ത് കൊണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു. ശൃംഗിവേര വരം വരെ പോയിട്ടുണ്ടല്ലോ സുമന്ത്രൻ. ഇതെല്ലാം കേട്ട് രാമേതി വിലവൻ ദേഹം ത്യക്വാദിപമ്യേ, രാമ എന്ന അവസാനം വിളിച്ചുകൊണ്ട് തന്നെ ദശരഥൻ തൻ്റെ ശരീരത്തെ വെടിഞ്ഞു. പക്ഷെ അമ്മയായ കൗസല്യക്ക് പറഞ്ഞിട്ടുണ്ട്, സമയം പ്രതീക്ഷസ്വ, ഞാൻ വരുന്നതും കാത്തിരിക്കൂ അമ്മയെന്ന്. അച്ഛന് കാത്തിരിക്കാൻ തോന്നിയില്ല. ഇവിടെ നമ്മൾ എന്താ വ്യത്യാസം എന്ന് കേട്ടാ, അച്ഛൻ പുത്രപാശം കൊണ്ട് ബന്ധിതനായി, അമ്മയ്ക്ക് പുത്രസ്നേഹമേ ഉണ്ടായിരുന്നു. പുത്രസ്നേഹമായതുകൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പുത്രപാശത്താൽ ബന്ധിതനായതുകൊണ്ട് സഹിക്കാൻ കെൽത്തില്ലാണ്ടായി. അതുകൊണ്ട് ദശരഥൻ
മരണത്തെ പ്രാപിച്ചു. അതാണ് ദശരഥനും കൗസല്യയും തമ്മിലുള്ള വ്യത്യാസം. തിരിച്ചു കാണാൻ കൗസല്യക്ക് സാധിച്ചുല്ലോ, ദശരഥന് പുത്രനെ കാണാൻ സാധിച്ചില്ല. ഭരതനെ കേകൈ രാജ്യത്തിൽ നിന്ന് രാജ്യത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അമ്മയെ ചെത്ത് വന്നു. വന്നുടനെ അമ്മയുടെ അടുത്ത് വന്നു, അമ്മ എന്താ വിശേഷം, എന്താ അച്ഛനെ കാണാത്തെന്ന് ചോദിച്ചു. എപ്പോഴും കൊട്ടാരത്തില് കൈകേയിയുടെ കൊട്ടാരത്തിലാണ് ദശരഥ ചക്രവർത്തി ഇരിക്കുക. അപ്പൊ പറഞ്ഞു, യാഗതി സർവഭൂതാനാം താങ്കതിം തേപിതാഗതഃ എന്ന് ഈസി ആയിട്ട് പറഞ്ഞു. എല്ലാ ജീവജാലങ്ങളും അവസാനം എവിടേക്ക് പോവാ, അവിടേക്ക് പോയിട്ടുണ്ടെന്ന് എൻ്റെ അച്ഛനും. ഇത്രയും ഈസി ആയിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുമോ? അതങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എവിടെയാണ് പോയത്, എൻ്റെ രാമനെ കാണാനില്ലല്ലോ, സീതാവാ ലക്ഷ്മണോവാ, സീതയും ലക്ഷ്മണനും എവിടെയാണ്, ദയയില്ലാത്തവളെ പറയെന്ന് പറഞ്ഞു. അവസാനം എല്ലാം നിനക്ക് വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചീത്ത പറഞ്ഞ് വസിഷ്ഠൻ പറഞ്ഞു, ഇങ്ങനെ പാടില്ല. ഏതായാലും ഇപ്പോൾ അച്ഛൻ്റെ ശരീരം ഞങ്ങൾ എണ്ണത്തൊള്ളിയിലിട്ട് വെച്ചിട്ടുണ്ട്. ആ എണ്ണപ്പാത്തിയിൽ നിന്ന് എടുത്തിട്ട് അച്ഛൻ്റെ ശരീരത്തിന് അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം എന്ന് വസിഷ്ഠ ഗുരു പറഞ്ഞതനുസരിച്ച് ഭരതൻ പിതാവായ ദശരഥന് അന്ത്യേഷ്ടിക്രിയകൾ ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് പോകുന്ന സമയത്ത് അച്ഛൻ മരിക്കുമ്പോൾ എന്താ അമ്മേ പറഞ്ഞത്, രാമ രാമേതി വിലപൻ, രാമ രാമാന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പറയണേ, നിനക്ക് അച്ഛൻ രാജ്യത്തിന് പുറപ്പെട്ടതാണ്, പക്ഷെ നടക്കാണ്ടായതാണ്. അതുകൊണ്ട് പുത്രഹ സഭാജോ വനമേവ യാതഹ, വനത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണനും ജാനകിയോടും കൂടെ ആ ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ അമ്മ രാക്ഷസി തന്നെയാണ് എന്നങ്ങോട്ട് ഉറക്കെ പറഞ്ഞു. ഞാനും പോകുന്നു കാട്ടിലേക്ക്, എനിക്കും വേണ്ട ഈ രാജ്യം, ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഭരതൻ പുറപ്പെട്ടപ്പോൾ ശത്രുഘ്നൻ പുറപ്പെട്ടു, അമ്മമാരും പുറപ്പെട്ടു. സർവ്വ ആൾക്കാരും കൂടി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നു. പോണ വഴിയിൽ ഇനി ഗുഹനെ കാണും, ഭരദ്വാജനെ കാണും. വരിയായി പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു വരണത് കേട്ടോ. ഏതായാലും എന്തെങ്കിലുമൊക്കെ ഈ കർക്കിടക മാസത്തിലെ രാമചരിതം പറയാനും കേൾക്കാനും സന്ദർഭം കിട്ടുന്നതേ ഭാഗ്യം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്രകാശ രൂപനേ വണങ്ങണം. കൊഞ്ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലാൽ സദാ നമിച്ചിടുന്നു ഞാൻ, ആപദാബ്ജം തന്നിലാൽ സദാ നമിച്ചിടുന്നു.